അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബൈനറി ട്രീയെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ബൈനറി ട്രീയിലെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ബൈനറി സെർച്ച് ട്രീയിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ബൈനറി സെർച്ച് ട്രീ എന്താണ്, ഓക്കെ, അതുപോലെ തന്നെ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ CUT-യുടെ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ലിങ്ക് ഉണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ, അത് ഞാൻ സാറിന് അയച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. എന്നിട്ട് ഡിസ്കസ് ആക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ബൈനറി സെർച്ച് ട്രീ ആണ്. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതായത് പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ബൈനറി സെർച്ച് ട്രീയും അതുപോലെ തന്നെ ട്രാവേഴ്സൽ എന്ന് പറയുന്ന ഒരു ഏരിയ. ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ബൈനറി ട്രീ ആണ്. ബൈനറി ട്രീയുടെ എന്താണ് നമ്മളെ ഡെഫിനിഷൻ എന്താ? ഒന്നെങ്കിൽ 0 ചിൽഡ്രൻ, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 2. ഇതാണ് ബൈനറി ട്രീയുടെ ഡെഫിനിഷൻ. ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എന്തിനാണ് ബൈനറി സെർച്ച് ട്രീ വന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാനൊരു 5 നമ്പർ ഉണ്ട്, 5, 10, 20, 30, 2, 4, 6. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് ഞാൻ ഒരു ബൈനറി ട്രീ, ഇതൊരു ബൈനറി ട്രീ അല്ലേ ഞാനിപ്പോ വരച്ചത്? ഒരു ബൈനറി ട്രീ അല്ലേ? ഹലോ, ആ. അപ്പൊ ഈ ബൈനറി ട്രീയിൽ ഈ 6 എന്ന് പറയുന്ന ഈ ഒരു നോഡ് ഞാൻ സെർച്ച് ചെയ്യാന്ന് വിചാരിക്കാം. എനിക്ക് സെർച്ച് ചെയ്യേണ്ട, ഞാൻ ഒരു സെർച്ച് ചെയ്യേണ്ട കീ എന്ന് പറഞ്ഞിട്ട് സെർച്ച് കീ ഞാൻ ടൈപ്പ് ചെയ്തത്, നിങ്ങൾ ഒരു PDF ഒക്കെ സെർച്ച് ചെയ്യുന്ന പോലെ സെർച്ചിന്റെ സ്ഥലത്ത് ഞാൻ ടൈപ്പ് ചെയ്തത് 6 എന്ന് പറയുന്ന ഒരു വേർഡ് ആണോ അല്ലെങ്കിൽ ഒരു നമ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളെ കൺട്രോളർ എന്ത് ചെയ്യും? നമ്മളെ കൺട്രോളർ എന്ത് ചെയ്യും? 5 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിലേക്ക്, ഈ അഡ്രസ്സിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ 5ഉം 6ഉം മാച്ച് അല്ല. പിന്നെ ഇത് ചെക്ക് ചെയ്യും, പിന്നെ ഇത് ചെക്ക് ചെയ്യും, പിന്നെ ഇത് ചെക്ക് ചെയ്യും, പിന്നെ ഇത് ചെക്ക് ചെയ്യും, ഇത് ചെക്ക് ചെയ്യും, ലാസ്റ്റ് ഇത് ചെക്ക് ചെയ്യും. അതായത് ചെക്കിങ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് ചെക്കിങ് വരുന്നത്. സോറി, ഇങ്ങനെയാണ്. വരൂട്ടെ, ഇങ്ങനെയാണ് ചെക്കിങ് വരുന്നത്. ഇതാ ഈ ഒരു ഓർഡറിലാണ്. അതായത് ആദ്യം എന്ത് ചെയ്യും? ഇയാളെ ചെക്ക് ചെയ്യും, പിന്നെ 10 വരും, പിന്നെ ഇയാൾ വരും, പിന്നെ ഇങ്ങനെ വന്ന് ഈ ഒരു ഓർഡറിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏറ്റവും ലാസ്റ്റ് ആണ് ഈ ഒരു നമ്പർ ചെക്ക് ചെയ്യുക, ലാസ്റ്റ് ആണ് ചെക്ക് ചെയ്യുക. അപ്പം ഇവിടെ നോക്കാം, ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ നോക്കാം, ഞാനിപ്പം ഇതാ ഈ ഒരു 6 എന്ന് പറഞ്ഞാൽ, ഈ ഒരു 6 എന്ന് പറഞ്ഞ ആള് റിസൈഡ് ചെയ്യുന്ന സബ് ട്രീ എന്ന് പറഞ്ഞാൽ ഈ ഒരു സബ് ട്രീയിലാണ് ഈ 6 എന്ന് പറയുന്ന ആളുള്ളത്. ഈ സബ് ട്രീയിലേക്ക് ഞാൻ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സബ് ട്രീയിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. പോണോ? ഹലോ, വേണ്ട. ഈ സബ് ട്രീ എന്ന് പറയുന്നത് എനിക്ക് വേസ്റ്റ് ആണ്. ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ സബ് ട്രീയിലേക്ക് ചെക്ക് ചെയ്യുന്നത് വേസ്റ്റ് ആണ്. എനിക്ക് ഈ സബ് ട്രീയിലേക്ക് മാത്രം പോയാൽ മതി. അപ്പൊ ഇവിടെ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n ആണ്. ഏറ്റവും വേസ്റ്റ് കേസിൽ ഏറ്റവും ലാസ്റ്റ് നോഡ് എനിക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ, ഏറ്റവും വേസ്റ്റ് കേസിൽ എനിക്ക് എടുക്കുന്ന ടൈം, ബൈനറി ട്രീയുടെ കാര്യമായിട്ടാ പറയുന്നത്. ബൈനറി ട്രീയിൽ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n ആണ്. അതായത് 100 നോഡ് ഉണ്ടെങ്കിൽ 100 സെക്കൻഡോ 100 യൂണിറ്റ് ഓഫ് ടൈം ആണ് പറയുന്നത്. അത്രയും ടൈം എടുക്കും എന്നാണ് പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആണോ? ഹലോ, ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഹലോ, Yes, sir. Repeat here, sir. റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു നോഡാണ്, ഇതാണ് ഏറ്റവും ലാസ്റ്റ് നോഡ്. ഈ നോഡ് സെർച്ച് ചെയ്യാൻ എടുക്കുന്നത്, അതായത് എന്റെ 6 എന്ന് പറയുന്ന ഒരാള് ഈ ഒരു ട്രീയിൽ ഉണ്ടോ ഇല്ലയോ നോക്കാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ നോഡാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കുക, ആദ്യം ഇയാൾ നോക്കും, ഇയാളാണോ 6 എന്ന് നോക്കും, പിന്നെ ഇയാളാണോ 6 എന്ന് നോക്കും, പിന്നെ ഇയാളാണോ 6 എന്ന് നോക്കും, പിന്നെ ഇത് നോക്കും, പിന്നെ ഇത് നോക്കും. അങ്ങനെയാണ് സെർച്ചിങ് പോവുക. അപ്പൊ സപ്പോസ് നമ്മളൊരു ബൈനറി ട്രീയിൽ 100 നോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. 100 നോഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നോഡ് സെർച്ച് ചെയ്യാൻ ഉണ്ടോ ഇല്ലേ, ലാസ്റ്റ് നോഡ് ചെക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ അത്രയും യൂണിറ്റ് ഓഫ് ടൈം ആണ്. 100 ആണ് സെക്കൻഡ് എങ്കിൽ 100 സെക്കൻഡ്, 100 മിനിറ്റ് എങ്കിൽ 100 മിനിറ്റ്. ക്ലിയർ ആയോ? അപ്പം n നോഡ് ഉണ്ടെങ്കിൽ അവിടെ n നോഡും സെർച്ച് ചെയ്യും. പറഞ്ഞത് മനസ്സിലായോ? ഹലോ, Yes, sir. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഭാഗത്തോട്ട് മൂവ് ചെയ്യുന്നതിൽ എനിക്ക് അർത്ഥമില്ല. കാരണം ആ നമ്പർ ഇവിടെ ഇല്ല. എന്റെ നമ്പർ എനിക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ മതി ആക്ച്വലി, പോരെ?
റൈറ്റ് സബ് ട്രീയിലോട്ട് മൂവ് ചെയ്താൽ പോരെ? എന്റെ റൈറ്റ് സബ് ട്രീയിലോട്ട് മൂവ് ചെയ്താൽ പോരെ? Yes. ആ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. ഇങ്ങനെ വരുന്ന ഒരു കേസിൽ ഞാൻ ഈ ഓർഡർ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 100 നോഡും സെർച്ച് ചെയ്യാതെ എനിക്ക് ഒരു 50 നോഡിലോ അല്ലെങ്കിൽ ഒരു 70 നോഡിലോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് ആൻസർ കിട്ടുകയാണെങ്കിൽ അത്രയും ടൈം എനിക്ക് ലാഭിക്കാം, സേവ് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഒരു ട്രീ എന്ത് ചെയ്തത്? ഇംപ്ലിമെന്റ് ചെയ്തത്. അതായത് ടൈം കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞ ഒരു ട്രീ കൊണ്ടുവന്നത്. അപ്പൊ ബൈനറി ട്രീയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കൂടുതൽ ടൈം എടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു അതെന്ത് ചെയ്തു? അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോകണം. എങ്ങനെയാന്ന് വെച്ചാൽ ബൈനറി സെർച്ച് ട്രീയുടെ പ്രോപ്പർട്ടി വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ബൈനറി സെർച്ച് ട്രീയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സബ് ട്രീയില് എല്ലാത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും? നോഡ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ടിനെക്കാട്ടിലും ചെറിയ വാല്യൂ ആയിരിക്കും. അതായത് പാരന്റ് നോഡിനെക്കാട്ടിലും ചെറിയ വാല്യൂ ആയിരിക്കും. ലെഫ്റ്റിൽ എപ്പോഴും എല്ലാ ലെഫ്റ്റ് സൈഡിലും നമ്മൾ തൊട്ട് മുകളിലുള്ള വാല്യൂവിനെക്കാട്ടിലും ചെറിയ വാല്യൂ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലെഫ്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്തായിരിക്കണം? ഇതിനെക്കാട്ടിലും വലിയ വാല്യൂ ആയിരിക്കും. റൈറ്റ് സബ് ട്രീയിൽ എന്താണ്? ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. ക്ലിയർ ആയോ? ഹലോ ഹലോ പോയിന്റ് കിട്ടിയോ? ലെഫ്റ്റ് സബ് ട്രീയിൽ സ്മോളർ വാല്യൂ, ലെസർ വാല്യൂ, റൈറ്റ് സബ് ട്രീയിൽ ഗ്രേറ്റർ വാല്യൂ ഓഫ് ദി എബോവ് നോഡ് ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. ഈ 2 പോയിന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ബൈനറി സെർച്ച് ട്രീയിൽ എന്താ നമ്മൾ നോക്കേണ്ടത്? 2 പോയിന്റ് ആണ്. ലെഫ്റ്റ് സബ് ട്രീയിൽ ചെറിയ വാല്യൂം റൈറ്റ് സബ് ട്രീയിൽ നമ്മൾ വലിയ വാല്യൂ ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 8 ആണ് നമ്മളെ റൂട്ട് നോഡ്. റൂട്ട് നോഡ് 8 ആണ്. 8ന്റെ ലെഫ്റ്റിൽ നോക്കിക്കേ 3 ആണ്. 3 ഓക്കെ. 3ന്റെ ലെഫ്റ്റിൽ നോക്കിക്കേ 1 ആണ്. ദെൻ 3യുടെ റൈറ്റിൽ നോക്കിക്കേ 6 ആണ്. പക്ഷെ ഈ 6 എന്ന് പറയുന്നത് എന്താണ്? 8നെക്കാട്ടിലും ചെറിയ വാല്യൂ ആയിരിക്കും. കാരണം എന്താ? 8ന്റെ ലെഫ്റ്റിൽ എന്തായാലും 8നെക്കാട്ടിലും അതാ. ഇത് മൊത്തം 8നെക്കാട്ടിലും ചെറുതായിരിക്കണം. ഇവിടെ നിങ്ങൾ ഏത് വാല്യൂ കൊടുക്കുന്നോ അത് മൊത്തം 8നെക്കാട്ടിലും ചെറുതായിരിക്കണം. കാരണം ഇതെല്ലാം 8ന്റെ ലെഫ്റ്റിലേക്ക് പോകുന്ന വാല്യൂസ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ Yes, sir. ഇനി നോക്കിക്കേ, ഇവിടെ 6 നോക്കിക്കേ. 6ന്റെ ലെഫ്റ്റിൽ 4 ചെറുതാണ്. പക്ഷെ അത് 3ന്റെക്കാട്ടിലും എന്താണ്? 3ന്റെ റൈറ്റിലാണുള്ളത്. 4 ഒരിക്കലും നമ്മൾ ഇവിടെ എഴുതാൻ പറ്റില്ല. കാരണം അതാ 3ന്റെ ചെറുതൊക്കെ 3ന്റെ വലിയ വാല്യൂസ്, ഗ്രേറ്റർ വാല്യൂ ഓഫ് ദി റൂട്ട് എബോവ് പാരന്റ് നോഡ് ഷുഡ് ബി ദ റൈറ്റ് സൈഡ് എന്നാ പറഞ്ഞത്. അതായത് എന്താ? 3നെക്കാട്ടിലും വലിയ വാല്യൂ ഒക്കെ എവിടെ വരണം? 3ന്റെ റൈറ്റ് സൈഡിൽ വരണം. ഇത് 3ന്റെ റൈറ്റ് സൈഡിലാണ്, പക്ഷെ 6ന്റെ ലെഫ്റ്റ് ആണ്. ക്ലിയർ ആയോ എങ്ങനെ പ്ലേസ് ചെയ്യേണ്ടതെന്ന്? ക്ലിയർ ആണോ? ഇവിടെ നോക്കിക്കേ, 8 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 8 എന്ന് പറയുന്നത് 8നെക്കാട്ടിലും വലിയ വാല്യൂ ആണ് 10, 10നെക്കാളും വലിയ വാല്യൂ ആണ് 14, 14നെക്കാട്ടിലും ചെറിയ വാല്യൂ ആണ് 13. അപ്പൊ എന്ത് ചെയ്തു? 13 ലെഫ്റ്റ് സൈഡിൽ വന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? സർ വലിയ വാല്യൂസ് റൈറ്റിലും ചെറിയ വാല്യൂസ് ലെഫ്റ്റിലും അത്ര മാത്രം നോക്കിയാൽ മതി. ഓക്കെ. ഇവിടെ നോക്കുക, ഇവിടെ ചെറിയ വാല്യൂസ് ലെഫ്റ്റിൽ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഇവിടെ 3 കൊടുത്തു. 3ന്റെ റൈറ്റിലായിരിക്കും 6 വരിക. കാരണം എന്താ? 3നെക്കാട്ടിലും വലിയ വാല്യൂ ആണ്, 8നെക്കാട്ടിലും 6 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സബ് ട്രീ നോക്കുന്ന സമയത്ത് സബ് ട്രീയിൽ ഈ ഒരു വാല്യൂന്റെ 8 എന്ന് പറയുന്ന വാല്യൂവിനെക്കാട്ടിലും ചെറിയ വാല്യൂസ് മാത്രമേ ഈ സബ് ട്രീയിൽ വരുള്ളൂ. ഈ സബ് ട്രീയിൽ വരുന്നത് ഗ്രേറ്റർ വാല്യൂസ് മാത്രമായിരിക്കും വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഡ്രോ ഇത് ഡ്രോ ചെയ്യാനൊന്നും അങ്ങനെ വരലില്ല ചിലപ്പോ. ഓക്കെ, ഡ്രോ പാറ്റേൺ ചെയ്യാൻ വരും. പാറ്റേൺ ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ വരും. ഡ്രോ BS tree ഫോർ ദി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഡ്രോ BS tree ഫോർ ദി ഫോളോയിങ് വാല്യൂ 3, 10, 1, 2, 20, 30, 11. അതായത് 1 ഓർഡറിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് തോന്നിയ വാല്യൂ വെക്കാൻ പറ്റില്ല. ആദ്യം നമ്മൾ 3 ഇടണം. 3ന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ 10 വരിക. റൈറ്റിലാണ് 10 വരിക. ദെൻ 1 3ന്റെ ലെഫ്റ്റിലാണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ദെൻ എന്ത് വരും?
2 എന്ന് പറയുന്നത് എന്ത് വരും? 1ന്റെ റൈറ്റിൽ വരും. ദെൻ അടുത്തത് 20 എവിടെ വരും? 10ന്റെ റൈറ്റിൽ വരും. അടുത്തത് 11 എവിടെ 30 എവിടെ വരും? ഇതിന്റെ റൈറ്റിൽ വരും. അടുത്തത് എവിടെ വരും? 11 എവിടെ വരും? ഇവിടെ 20ന്റെ ലെഫ്റ്റിൽ വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സർ ഓക്കെ. സർ ആ ഈ ഇപ്പൊ 2 പറയുന്നത് 10ന്റെയും ചെറുതല്ലേ, അപ്പൊ അതിന്റെ ലെഫ്റ്റിലും കൊടുക്കാൻ പറ്റും? അല്ല, 3ന്റെ വലുതല്ലല്ലോ. 3ന്റെ അല്ലല്ലോ. 3ന്റെ വലുതാണെങ്കിൽ ഇവിടെ 2 കൊടുത്താൽ എന്താ പ്രശ്നം? 3 എന്ന് പറയുന്നതിന്റെ വലിയ വാല്യൂസ് മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ. കണ്ടോ? റൈറ്റ് സെപ്റ്റ്. അപ്പൊ ഇവിടെ കൊടുക്കാൻ പറ്റൂല. ക്ലിയർ അല്ലേ? ഓക്കെ ക്ലിയർ. ഇതൊന്ന് വരച്ചു വെക്കുക കേട്ടോ. വരച്ചില്ലേ? ഹലോ, വരച്ചില്ലേ? Yes, Hello? sir. ഓക്കെ നോക്കാം. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവിടുന്ന് എന്തായാലും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഷുവർ ഷുവർ ആയിരിക്കും. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്തായാലും ഇവിടുന്ന് ചോദിക്കും. ട്രാവേഴ്സൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഏരിയയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയയിൽ വരിക. നോട്ട് ചെയ്ത് വെക്കണേ. നമുക്ക് 3 ആളുകളെ പഠിക്കാണ്ട്: പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ. ട്രാവേഴ്സൽ എന്ന് പറയുന്നത് ട്രാവേഴ്സിങ് അല്ലെങ്കിൽ ട്രാവേഴ്സൽ മീൻസ് വിസിറ്റിംഗ് ഈച്ച് നോഡ് അറ്റ്ലീസ്റ്റ് വൺസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോഡിനെ വിസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാവേഴ്സ് ചെയ്യുന്ന ഓർഡർ ആണ് ഈ 3 എണ്ണം എന്ന് പറയുന്നത്. ഈ ഓർഡർ 3 ഓർഡറിൽ 3 വ്യത്യസ്ത ഓർഡറിൽ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ പാരന്റ്, ലെഫ്റ്റ്, റൈറ്റ്. ഈ ഒരു ഫോം പഠിച്ചു വെക്കണേ. പാരന്റ്, ലെഫ്റ്റ്, റൈറ്റ് ഓർഡർ. എന്താണ്? പാരന്റ്, ലെഫ്റ്റ്, റൈറ്റ് ഓർഡർ. ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, പാരന്റ്, റൈറ്റ് ഓർഡർ. ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ്, പാരന്റ്, റൈറ്റ്. ലെഫ്റ്റ്, പാരന്റ്, റൈറ്റ്. ഈ ഓർഡറാണ്. പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, റൈറ്റ്, പാരന്റ്. ലെഫ്റ്റ്, റൈറ്റ്, പാരന്റ്. ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ ഈ ഓർഡർ ഓർത്ത് വെക്കണം. ഇതാണ് അതിന്റെ കീ വേർഡ്സ് എന്ന് പറയുന്നത്. ഈ കീ വേർഡ് ലെഫ്റ്റ്, റൈറ്റ്, പാരന്റ്, ലെഫ്റ്റ്, റൈറ്റ്, പാരന്റ്, റൈറ്റ്. അതായത് നമ്മുടെ ഇൻ ഓർഡർ എന്ന് പറയുന്നത് ലെഫ്റ്റ്, പാരന്റ് ഇൻസൈഡ് ആണ് വരിക. പാരന്റ് ഉള്ളിലാണ്. രണ്ടിന്റെ ഉള്ളിലാണ് പാരന്റ് വരിക. പ്രീ എന്ന് പറഞ്ഞാൽ പാരന്റ് ഏറ്റവും ഫസ്റ്റ് വരും. പ്രീ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാരന്റ് ഏറ്റവും ലാസ്റ്റ് വരും. പാരന്റിന്റെ ബേസിലാണ്. കണ്ടോ? പാരന്റിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. കണ്ടോ? പാരന്റ് ഏറ്റവും ലെഫ്റ്റിൽ വരും. ഇവിടെ പാരന്റ് മിഡിലിൽ വരും. ഇവിടെ പാരന്റ് റൈറ്റിൽ വരും. ഈ ഓർഡറും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. അപ്പൊ നോക്കാം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. ലെഫ്റ്റ്, റൈറ്റ്, ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡറിന്റെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ചോദിക്കാനുള്ളത് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കണം. ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എ ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ എങ്ങനെയാണ് നിങ്ങൾക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ആദ്യത്തെ ഓർഡിനറി ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ ഓർഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ഓർഡർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളെ കീവേഡ് ഏതായിരുന്നു? പാരന്റ് എവിടെ വരിക? സെൻട്രലാണ്. ലെഫ്റ്റ്, പാരന്റ്, റൈറ്റ് ആണ് നമ്മുടെ ഓർഡർ. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? യെസ് സർ. ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഏറ്റവും ലെഫ്റ്റിലുള്ള നോഡ് അത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഉള്ള ആൾ ആരാണ്? 25 ആണ് അല്ലെ? ഏറ്റവും ഡീപ്പസ്റ്റ് ലെഫ്റ്റിലുള്ള ആരാണ്? 25 അല്ലേ? ഹലോ. ആ അപ്പൊ നമ്മൾ ആദ്യം 25 എന്ന് എഴുതും. പിന്നെ അടുത്തത് ആരാണ്? പാരന്റ് ആണ്. അടുത്തത് പാരന്റ് ആണ്. പാരന്റ് ആരാണ്? 25ന്റെ പാരന്റ് ആരാണ്? 30. അടുത്തത് നമ്മൾ 30 ചെയ്തു. പിന്നെ അടുത്തത് ആരാണ്? റൈറ്റ്. ഇതിന്റെ റൈറ്റിൽ ആരാളുള്ളത്? 35 എന്ന് എഴുതും. 35 എന്ന് എഴുതും. അപ്പൊ കണ്ടോ, ലെഫ്റ്റ് വന്നു, റൈറ്റ് വന്നു, പാരന്റ് വന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, ഈ ലെഫ്റ്റ് മൊത്തം ഇത് മൊത്തം കംപ്ലീറ്റ് ആയല്ലോ അല്ലെ? ഇത് മൊത്തം കംപ്ലീറ്റ് ആയില്ലേ? ഹലോ ഹലോ. ആ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഏത് നോഡായിരിക്കും ഇവിടെ വിസിറ്റ് ചെയ്യാ? ഏത് നോഡായിരിക്കും വിസിറ്റ് ചെയ്യാ? പാരന്റ്. പാരന്റ്. ആരാ പാരന്റ്? ഈ ലെഫ്റ്റിന്റെ ഇതിന്റെ പാരന്റ് ആരാ? സബ്ട്രീയുടെ പാരന്റ് ആരാ? 40. എത്രയാണ്? ഹലോ. 40. ഓക്കെ കേട്ടോ, ഇത് പാരന്റ് ആണ്. ലെഫ്റ്റ് കഴിഞ്ഞു, ഈ ലെഫ്റ്റ് കഴിഞ്ഞു, പാരന്റ് ആണ്. ഇനി നമ്മൾ റൈറ്റിലോട്ട് പോകും. റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യാരായിരിക്കും? 45. കണ്ടോ, റൈറ്റിലോട്ട് മൂവ് ചെയ്തു. റൈറ്റിൽ നിന്ന് ഏറ്റവും പ്രയോറിറ്റി ആർക്കാ കൊടുക്കേണ്ടത്? ഈ ലെഫ്റ്റിലുള്ള ആർക്കാ കൊടുക്കേണ്ടത്. പിന്നെ ആരായിരിക്കും? 50. പിന്നെ ആരായിരിക്കും? 60. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പാരന്റിന് ഒന്നുകൂടി വരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും ലെഫ്റ്റിലുള്ള ആളെ വിസിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പാരന്റിനെ വിസിറ്റ് ചെയ്തു. പാരന്റ് കണ്ടോ, ലെഫ്റ്റ്, പാരന്റ്, റൈറ്റ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? റൈറ്റിലുള്ള ആളെ വിസിറ്റ് ചെയ്തു. അപ്പൊ ഈ ലെഫ്റ്റ് പോർഷൻ നമ്മൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ ലെഫ്റ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇതാ ഈ ഒരു കണ്ടോ, ഇവിടെ നമ്മൾ പാരന്റ്, ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? വീണ്ടും പാരന്റ്. പാരന്റ് ആയ 40 നമ്മൾ വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം റൈറ്റിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇപ്പൊ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഇവിടെ ഇവരാണുള്ളത്. ഇവരിൽ ആദ്യം ആരെ വിസിറ്റ് ചെയ്യും? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് മൂവ് ചെയ്ത് പിന്നെ ലെഫ്റ്റിലാണ് ആരാണുള്ളത് അയാൾ ആദ്യം വിസിറ്റ് ചെയ്യും. പിന്നെ പാരന്റിനെ വിസിറ്റ് ചെയ്യും. പിന്നെ റൈറ്റിനെ വിസിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇതൊരു മെത്തേഡ് ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ഇവിടെ നോക്കാം. ഇൻഓർഡർ ഉണ്ട്, പ്രീ ഓർഡർ ഉണ്ട്, ഇൻഓർഡർ ഉണ്ട്, പോസ്റ്റ് ഓർഡർ ഉണ്ട്. ഇത് മൂന്നും ഒറ്റ സ്ട്രെച്ചിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇത് ഫസ്റ്റ് വിസിറ്റ്, ഇത് സെക്കൻഡ് വിസിറ്റ്, ഇത് തേർഡ് വിസിറ്റ് എന്ന് ഓർത്ത് വെക്കുക. തേർഡ് വിസിറ്റ് അതായത് ഇവിടെ പാരന്റ് ഏറ്റവും ഫസ്റ്റിലാണ് വരിക, ഇവിടെ പാരന്റ് മിഡിലാണ് വരിക, മിഡിലാണ് പാരന്റ് വരിക. ഇവിടെ PLR ആണ്, ഇവിടെ എന്താണ്? LPR ആണ്, ഇവിടെ എന്താണ്? LRP ആണ്. പാരന്റിന്റെ പൊസിഷൻ എന്താണ്? ഫസ്റ്റ് ആണ്, ഇതിൽ സെക്കൻഡ് ആണ്, ഇതിൽ തേർഡ് ആണ്. അതിന്റെ ബേസിലാണ് ഫസ്റ്റ് വിസിറ്റ്, സെക്കൻഡ് വിസിറ്റ്, തേർഡ് വിസിറ്റ് എന്നാക്കിയത്. എന്നിട്ട് എന്ത് ചെയ്യാ? രണ്ടാളില്ലാത്തതിനൊക്കെ ഇവിടെ നോക്കുക, ഇവിടെ ഒക്കെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ഇങ്ങനെ രണ്ട് വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. പറയുന്നത് മനസ്സിലാക്കണേ. 2 പേരില്ലാത്ത, 2 ചൈൽഡ് ഇല്ലാത്തതിനൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ 2 എണ്ണം ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ തുടങ്ങണം. ഫസ്റ്റ് ആരെ കാണുക? ഫസ്റ്റ് ആരെ മീറ്റ് ചെയ്യുക? 40 അല്ലേ? അല്ല മക്കളെ? അപ്പൊ ഈ 40 ആരേല് വരും? ആരാലും ആദ്യം എഴുതേണ്ടത്? 40 ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് ആരാണ്? ഇത് 1, ഇത് 2, ഇത് 3. ഓക്കെ, ഒന്നാമത്തേൽ ആദ്യം ഞാൻ 40 എഴുതി, കാരണം ഒന്നാമത്തെ വിസിറ്റ് ചെയ്തെന്ന് ഇവിടെ എഴുതി. അടുത്തത് കണ്ടോ 30, അടുത്ത വിസിറ്റ് ചെയ്ത ആരാണ്? 30, ഞാൻ 30 ഇവിടെ എഴുതി. കണ്ടോ, അടുത്ത വിസിറ്റ് ആരാണ്? 25, ഞാൻ ഇവിടെ 25 എഴുതി കേട്ടോ. 25 എഴുതി. പിന്നെ നോക്കിക്കേ, ഇവിടുന്ന് നേരതാ ഇവിടുന്ന് എന്ത് ചെയ്തു? ഇവിടുന്ന് നമ്മുടെ പാത്ത് ഇങ്ങോട്ട് വന്നു. 25-ന് എത്രാമത്തെ വിസിറ്റ് ആണ് ഇപ്പൊ ചെയ്യുന്നത്? 25-ന് എത്രാമത്തെ വിസിറ്റ് ആണ്? രണ്ടാമത്തെ. ഇപ്പൊ രണ്ടാമത്തതിൽ ഞാൻ ഇവിടെ 25 എന്ന് എഴുതി. ദെൻ അടുത്തത് നോക്കിക്കേ, 25-ന് ഇനി എത്രാമത്തെ വിസിറ്റാ ചെയ്യുന്നത്? മൂന്നാമത്തത്. അപ്പൊ ഞാൻ 25 3-ൽ എഴുതി. പിന്നെ നോക്കിക്കേ, പിന്നെ വീണ്ടും എങ്ങോട്ട് പോയി? 30-ലോട്ട് പോയി. ഇങ്ങനെ ഓർഡർ 30-ലോട്ട് പോയി.
30 പോകുമ്പോൾ 13 എത്രാമത്തെ വിസിറ്റ് ആണ്? രണ്ടാമത്തെ വിസിറ്റ് ആണ്. 30 എഴുതി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു 35 വന്നു. 35 ഞാൻ ഫസ്റ്റ് വിസിറ്റ് ആണ്, ആദ്യത്തെ വിസിറ്റ് ആണ്. പിന്നെ 35 ഞാൻ വീണ്ടും രണ്ടാമത്തെ വിസിറ്റ് ആണ് 35. പിന്നെ ഞാൻ വീണ്ടും 35 മൂന്നാമത്തെ വിസിറ്റ് ചെയ്തു 35. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. 13 എത്രാമത്തെ വിസിറ്റാ? മൂന്നാമത്തെ വിസിറ്റ് ആണ് 30. ദെൻ അടുത്തത് 40 എത്രാമത്തെ വിസിറ്റ് ആണ്? 40 എത്രാമത്തെ വിസിറ്റാ? 40 രണ്ടാമത്തെ വിസിറ്റ് ആണ് 40. ദെൻ അടുത്തത് 50. അടുത്ത 50 എത്രാമത്തെ വിസിറ്റാ? ഒന്നാമത്തെ വിസിറ്റ്. ദെൻ 45 എത്രാമത്തെ വിസിറ്റ് ആണ്? ഒന്നാമത്തെ വിസിറ്റ്. ദെൻ ഇങ്ങനെ വന്നു 45 എത്രാമത്തെ വിസിറ്റ് ആയി? രണ്ടാമത്തെ വിസിറ്റ് ആയി 45. ദെൻ അടുത്തത് എന്ത് വന്നു? 45 എത്രാമത്തെ വിസിറ്റ് ആയി? മൂന്നാമത്തെ വിസിറ്റ് ആയി 45. ദെൻ അടുത്തത് 50 എത്രാമത്തെ വിസിറ്റ് ആണ്? രണ്ടാമത്തെ വിസിറ്റ് 50. ദെൻ അടുത്തത് 60 ഒന്നാമത്തെ വിസിറ്റ്. 60 രണ്ടാമത്തെ വിസിറ്റ്. ദെൻ അടുത്തത് 60 മൂന്നാമത്തെ വിസിറ്റ്. അടുത്തത് 50 മൂന്നാമത്തെ വിസിറ്റ്. 40 മൂന്നാമത്തെ വിസിറ്റ്. കണ്ടോ? ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ 3 ഓർഡറും കിട്ടി. ഇൻ ഓർഡറും കിട്ടി, പോസ്റ്റ് ഓർഡറും കിട്ടി, പ്രീ ഓർഡറും കിട്ടി. ഒന്നാമത്തെ വിസിറ്റ് ചെയ്ത് ഈ ഒരു സീക്വൻസ് ആണ് നമ്മളോട് ചോദിക്കാം. ഇൻ ഓർഡർ അല്ല സോറി പ്രീ ഓർഡർ. രണ്ടാമത്തെ വിസിറ്റിന്റെ സീക്വൻസ് ആണ് എന്ത്? നമ്മുടെ ഇൻ ഓർഡർ. മൂന്നാമത്തെ വിസിറ്റിന്റെ സീക്വൻസ് ആണ് എന്ത്? നമ്മുടെ പോസ്റ്റ് ഓർഡർ. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഹലോ, യെസ് സർ. ഇതാണ് എളുപ്പ വഴി ഇതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇതല്ലല്ലോ, ഇത് എളുപ്പമുള്ളത് പഠിച്ചാ പോരെ? എളുപ്പ വഴി പഠിച്ചാ പോരെ? മറ്റേതും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് എന്താ ചെയ്യാ? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കല്ലേ ലൈവ് ചെയ്യാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് മനസ്സിലാവാത്തവരുണ്ടോ? എന്തായാലും ചോദിക്കും. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു ഓർഡർ ചോദിക്കും. ഇൻ ഓർഡറോ പ്രീ ഓർഡറോ പോസ്റ്റ് ഓർഡറോ ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. എന്തായാലും ഒന്ന് ചോദിക്കും. ഇത് ഒരുമിച്ച് കാണുമ്പോ ഓക്കെയാണ്, പക്ഷെ ഓരോന്നിച്ച് മാത്രം കാണാനാണെങ്കിൽ കൺഫ്യൂഷൻ ആവില്ലേ? ഇങ്ങനെ ആവുമ്പോ ഈ മെത്തേഡ് ആവുമ്പോ എങ്ങനെ? ഓരോന്നിനെ മാത്രം കാണുകയാണെങ്കിൽ ഇപ്പൊ ഇൻ ഓർഡർ ആണ് കാണുന്നതെങ്കിൽ രണ്ടാമത്തെ വിസിറ്റ് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങൾക്ക് ഒഴിവാക്കി കൂടെ? ഓർഡറിൽ ഇങ്ങനെ വരുന്നല്ലോ. ഓർഡറിൽ എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ പഠിച്ചാൽ മതി. ഒന്നാമത്തെ വിസിറ്റ് ആണ്. ഞാൻ ഇപ്പൊ പ്രീ ഓർഡർ മാത്രമാണ് ചോദിച്ചത്. അപ്പൊ ഒന്നാമത്തെ വിസിറ്റിന്റെ മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. 2, 3 നിങ്ങൾ എഴുതണ്ട. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ മറ്റേ മെത്തേഡ് പറഞ്ഞുതരാം. വേറെ മെത്തേഡും ഉണ്ട്, അതും പറയാം. Okay, sir. ഹലോ, കേൾക്കുന്നില്ലേ? എഴുതിയെടുത്തില്ലേ? ഓക്കെ,
അപ്പൊ ഇതൊരു ബൈനറി ട്രീ ആണോ ബൈനറി സെർച്ച് ട്രീ ആണോ? ബൈനറി സെർച്ച് ട്രീ. ബൈനറി സെർച്ച് ട്രീ ആണ്. അപ്പൊ ബൈനറി സെർച്ച് ട്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഓർഡർ ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇൻഓർഡർ ആണ്. ആ ഇൻഓർഡറിൽ ഒന്ന് നോക്കിക്കേ. ഇൻഓർഡർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ സീക്വൻസാ ഇൻഓർഡറിലുള്ളത്? രണ്ടാമത്തത്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ? ഈ നമ്പേഴ്സ് നോക്കിക്കേ. ഈ നമ്പേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓർഡർ കാണാൻ പറ്റും. ആ ഓർഡർ എന്ത് ഓർഡറാ? അസെൻഡിങ് ഓർഡറാ അല്ലെ? അസെൻഡിങ് ഓർഡർ അല്ലേ ഇതിലുള്ളത്? Yes, sir. ഹലോ. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ണ് പൂട്ടി അസെൻഡിങ് ഓർഡർ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ അസെൻഡിങ് ഓർഡറിലേക്ക് 25 കഴിഞ്ഞാൽ പിന്നെ ഏതാ 30 ആണ്, 35, 40, 45, 50, 60. അസെൻഡിങ് ഓർഡറിൽ ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ മാത്രം. ബൈനറി ട്രീ ആണെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് തെറ്റിപ്പോയി എന്ന് എന്നോട് പറയരുത്. ബൈനറി ട്രീയിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യൂല. ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് സിംപ്ലി ഇൻ അസെൻഡിങ് ഓർഡർ. യു വിൽ ഗെറ്റ് ഇൻ ഓർഡർ ട്രാവേഴ്സ്. ക്ലിയർ ആണോ? ഇൻ ഓർഡറിൽ മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു സ്പെഷ്യൽ ഒബ്ജക്റ്റീവ് ടൈപ്പിന് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് അറിയില്ല. ആ. ഇത് രണ്ടും എന്താ ഡിഫറൻസ്? ബൈനറി സെർച്ച് ട്രീയും ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞാല് രണ്ടിനും മാക്സിമം നമുക്ക് എത്ര ചിൽഡ്രൻ മാത്രമേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ 0 ചിൽഡ്രൻ, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 2 ചിൽഡ്രൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രശ്നം. ഓക്കെ, ഇത്രേ പറ്റുള്ളൂ. ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ലെഫ്റ്റ് ഇപ്പം പറഞ്ഞത് മനസ്സിലായോ? ലെഫ്റ്റിൽ ചെറുതും റൈറ്റിൽ വലുതും, അത് മനസ്സിലായോ? പക്ഷെ ബൈനറി ട്രീയിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. നമുക്ക് തോന്നിയ പോലെ എഴുതാം. പക്ഷെ എന്താണ്, മാക്സിമം 2 ചിൽഡ്രനെ പറ്റുള്ളൂ. ഇങ്ങനെ പറ്റൂല. 40 ഇവിടെ ഒരു 60 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാൻ പറ്റൂല. കാരണം ഇയാൾക്ക് 3 ആളായില്ലേ, 3 ചിൽഡ്രൻ ആയില്ലേ. അല്ല, അപ്പൊ ഇതിപ്പോ രണ്ടും സെയിം അല്ലേ? ഏത് ഇപ്പൊ തന്നത് ബൈനറി ട്രീയും ആണ്, ബൈനറി സെർച്ച് ട്രീയും ആണ്. അതെ, എല്ലാ ബൈനറി സെർച്ച് ട്രീയും ബൈനറി ട്രീ ആണ്. ഓൾ ബൈനറി സെർച്ച് ട്രീസ് ആർ ബൈനറി ട്രീ, ബട്ട് നോട്ട് വൈസ് വേഴ്സ. അപ്പൊ അങ്ങനെ ആവുമ്പോ വേറെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടാവും? വേറെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേ നമ്പർ വെച്ചിട്ട് ഞാനൊരു ബൈനറി ട്രീ വരച്ചുതരാം കേട്ടോ. 40, 60, 45, 30, 25, 35, 50. ഇതൊരു ബൈനറി ട്രീ, അതൊരു ബൈനറി സെർച്ച് ട്രീ അല്ല. സെയിം നമ്പേഴ്സ് അല്ലേ? സെയിം നമ്പേഴ്സ്. ലെഫ്റ്റ് സൈഡിൽ വരുമോ? 60 ലെഫ്റ്റ് സൈഡിൽ വരുമോ? ഇത് ബൈനറി ട്രീ ആണ് ഞാൻ വരച്ചത്, ബൈനറി സെർച്ച് ട്രീ അല്ല. ബൈനറി സെർച്ച് ട്രീയിലാകുമ്പോ മാത്രമേ 60 ലെഫ്റ്റിൽ വരാൻ പറ്റാതൊക്കെ ഉള്ളൂ. ക്ലിയർ ആണോ? ബൈനറി ട്രീയിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഓരോ നോഡിനും ഒന്നെങ്കിൽ 0 ചിൽഡ്രൻ, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 2, മാക്സിമം 2 ചിൽഡ്രൻ വരെ പോസിബിൾ ആണ്. അവിടെ ലെഫ്റ്റിൽ ചെറുത് റൈറ്റിൽ വരുത് എന്നുള്ള കണ്ടീഷൻ ഇല്ല. അതാണ് ഡിഫറൻസ്. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പൊ ഈ ഒരു കേസിൽ നോക്കാം. ഈ ഒരു കേസിൽ ഞാൻ 60 എന്ന് പറയുന്ന ഈ നോഡിനെ ഞാൻ സെർച്ച് ചെയ്യാണ്. ഇയാളാണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. നേരത്തെ സെർച്ച് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടിയിരുന്നു? എല്ലാം പോകേണ്ടിയിരുന്നു. ഈ ലാസ്റ്റ് നോഡിനെ ഞാൻ സെർച്ച് ചെയ്യാന്ന് വിചാരിക്കാം. ഇയാളെ സെർച്ച് ചെയ്യണമെങ്കിൽ 1 by 1 ചെക്ക് ചെയ്യേണ്ടിയിരുന്നു അല്ലെ? വേണ്ടിയില്ലായിരുന്നോ? ഹലോ. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. ലാസ്റ്റ് നോഡിനെ സെർച്ച് ചെയ്യണേ ഞാൻ പറഞ്ഞു. എല്ലാ നോഡും ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കേസിൽ ബൈനറി സെർച്ച് ട്രീ ആവുന്ന സമയത്ത് നമ്മളെ കൺട്രോളറിന് അറിയാം. കൺട്രോളർ എന്ത് ചെയ്യുന്നു? കൺട്രോളറിന് അറിയാം ലെഫ്റ്റ് സൈഡിൽ ചെറുതും റൈറ്റ് സൈഡിൽ വലുതും ആണെന്ന് അറിയാം. ലെഫ്റ്റിൽ ചെറുതും റൈറ്റിൽ വലിയ നമ്പറും ആണെന്ന് അറിയാം. അപ്പൊ ഫസ്റ്റ് തന്നെ 40ലേക്ക് പോകും. എനിക്ക് സെർച്ച് ചെയ്യേണ്ട നമ്പർ 60 ആണെന്ന് വിചാരിക്കുക. 60 ഇതിലുണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് 40ലോട്ട് മൂവ് ചെയ്യും. 40 ഇനി എങ്ങോട്ടേക്കാ പോവാ? റൈറ്റിലോട്ടേ മൂവ് ചെയ്യുള്ളൂ. കാരണം എന്താ? ഇവിടത്തോട്ട് പോവൂല. ഇതിനെ മൊത്തം പ്രൂൺ ചെയ്യും. പ്രൂണിങ് എന്നാ പറയാ. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഡിസ്കാർഡ് ചെയ്യും, നെഗ്ലക്ട് ചെയ്യും, ഒഴിവാക്കും. കാരണം എന്താ? ഇതിന്റെ ചെറിയ വാല്യൂസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് അറിയാം. അതാണ് ബൈനറി സെർച്ച് ട്രീ. ക്ലിയർ ആണോ?
ഹലോ ക്ലിയർ ആണ്. ആ ദെൻ എന്ത് ചെയ്തു 50-ലെത്തി. 50 എങ്ങോട്ട് പോകും? റൈറ്റിലോട്ട് മാത്രമേ പോവുള്ളൂ, ഇങ്ങോട്ട് പോകില്ല. കാരണം എന്താ? 50-നെക്കാട്ടിലും വലിയ വാല്യൂ ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അങ്ങനെ കണ്ടോ, 1, 2, 3. നേരത്തെ നമ്മൾ സെർച്ച് ചെയ്തത് എല്ലാം സെർച്ച് ചെയ്യുന്നതിന് പകരം ഇവിടെ 3 സെർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ കണ്ടോ ഹലോ Yes, sir. അപ്പൊ എന്താണ്, നമുക്ക് സെർച്ചിങ് കോംപ്ലക്സിറ്റി കുറയ്ക്കാനാണ് എന്ത് ചെയ്തത്, ബൈനറി സെർച്ച് ട്രീയിലോട്ട് കൊണ്ടുവന്നത്. സെർച്ചിങ് കോംപ്ലക്സിറ്റി എന്ത് ചെയ്തു, കുറച്ചു. എത്ര കുറച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, എത്ര കുറച്ചു? നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നത് ഓർഡർ ഓഫ് എന്നിൽ നിന്ന് എങ്ങോട്ടേക്ക് കുറച്ചു? ഓർഡർ ഓഫ് ലോഗ് എന്നിലോട്ട് കുറച്ചു. എന്താണ്, എങ്ങോട്ടേക്ക് കുറച്ചു? ഓർഡർ ഓഫ് എന്നിൽ നിന്ന് ഓർഡർ ഓഫ് ലോഗ് എൻ. വാട്ട് ഈസ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഓർഡർ ഓഫ് ലോഗ് എൻ. ഓർഡർ ഓഫ് ലോഗ് എന്നിലോട്ട് കുറച്ചു. നോട്ട് ചെയ്ത് വെക്കണേ. ക്ലിയർ ആയോ? Yes, sir. അതായത് ഇവിടെ നമുക്ക് എത്ര ഉണ്ട്? ഇവിടെ നമുക്ക് നോക്കാം, 3 സെർച്ചിൽ നമുക്ക് ആൻസർ കിട്ടി. നേരത്തെ നമ്മൾ എത്ര 10 സെർച്ചോ 15 സെർച്ചോ ചെയ്യേണ്ടത്, നേരെ തിരിച്ചു, കുറച്ചു. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? സർ ബൈനറി സെർച്ച് ട്രീയുടെ കോംപ്ലക്സിറ്റി ആണോ ലോഗൻ? ലോഗൻ ബൈനറി സെർച്ച് ട്രീയുടെ കോംപ്ലക്സിറ്റി ആണ്. ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, ആ കേസിലേക്ക് ഞാൻ പറയാൻ പോകുന്നുള്ളൂ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പം ലോഗൻ എന്ന് പഠിക്കാം. ക്ലിയർ ആണോ? ഹലോ സാർ അതില്ലേ, ഇപ്പോ നമ്മള് ബൈനറി സെർച്ച് ട്രീയിൽ ഇന്നോർഡർ കണ്ടുപിടിക്കാൻ സാർ ഒരു സിമ്പിൾ മെത്തേഡ് അസെൻഡിങ് പറഞ്ഞു. അസെൻഡിങ് ഓർഡർ പറഞ്ഞു. അതുപോലെ പോസ്റ്റിനും പ്രീക്കും എന്തെങ്കിലും ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെ മെത്തേഡ് ഇല്ല. നമ്മൾ ആ ഫസ്റ്റ് വിസിറ്റ്, സെക്കൻഡ് വിസിറ്റ് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ വേറൊരു രീതിയിൽ ചെയ്യാം. വേറെ രീതി ഏതാണ്? ഇപ്പൊ ഞാൻ പറയാണ്, ഓക്കെ, ഞാൻ പോസ്റ്റ് ഓർഡർ പ്രീ ഓർഡർ ആണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞതെന്ന് വിചാരിക്കാം. നമ്മളെ പ്രീ ഓർഡറിന്റെ കണ്ടീഷൻ എന്താണ്? പാരന്റ് ലെഫ്റ്റ് റൈറ്റ് അല്ലേ? ഇതല്ല നമ്മളെ കണ്ടീഷൻ. അപ്പൊ ആദ്യം പാരന്റ് ആരാ? അവിടുത്തെ ഏറ്റവും ടോപ്പ് പാരന്റ് ആരാ? 40. ആദ്യം 40 ചെയ്താ. പിന്നെ ലെഫ്റ്റിൽ ആരാ ഉള്ളത്? 40ന്റെ ലെഫ്റ്റില് ആരാ ഉള്ളത്? 30. ഓക്കെ, പിന്നെ നോക്കാം. പിന്നെ നമ്മൾ എങ്ങോട്ടാ മൂവ് ചെയ്യേണ്ടത്? പാരന്റ് കഴിഞ്ഞു, ലെഫ്റ്റ് കഴിഞ്ഞു, 30 കഴിഞ്ഞു. പിന്നെ നമ്മൾ എങ്ങോട്ടാ മൂവ് ചെയ്യേണ്ടത്? റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ നോക്കാം, ഇയാള് പാരന്റ് ആണ്. ശ്രദ്ധിക്കണ, ഇയാൾ ഒരു പാരന്റ് ആണ്. ഓക്കെ, പാരന്റ്. പിന്നെ നമ്മൾ അതിന്റെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തു. ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തിട്ട് വീണ്ടും 30 നോക്കുമ്പോൾ 30യും പാരന്റ് ആണ് അല്ലെ? 30 പാരന്റ് അല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ നോക്കാം, ഈ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നതിന്റെ മുന്നേ ലെഫ്റ്റിനാണ് പ്രയോറിറ്റി അല്ലെ? പിന്നെ അപ്പൊ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? അപ്പൊ ഈ പാരന്റിന്റെ ലെഫ്റ്റിലുള്ളത് ആരാ? പാരന്റ് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് അല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്? ഈ പാരന്റിന്റെ ലെഫ്റ്റിലുള്ള ആരാ? 25. ഓക്കെ, ദെൻ ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ പ്രയോറിറ്റി? റൈറ്റ്. കണ്ടോ, അടുത്തത് ആരാ? 35. കണ്ടോ, എന്നിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുള്ളൂ. കണ്ടോ, ക്ലിയർ ആണോ? അടുത്തത് ആര് പ്രിന്റ് ചെയ്യാ? 50. ദെൻ അടുത്തത് ആര് പ്രിന്റ് ചെയ്യും? 45, 60. ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഐഡിയ വേണം. അല്ലാണ്ട് നേരെ നമ്മൾ ഇവിടെ പോയിട്ട് 40, 30, 50 എന്ന് എഴുതിയ ഉത്തരം തെറ്റിപ്പോവും. ക്ലിയർ ആണോ? ദെൻ വാട്ട് ഈസ് ദ പോസ്റ്റ് ഓർഡർ? പോസ്റ്റ് ഓർഡർ ഇതേപോലെ ഒന്ന് കണ്ടുപിടിച്ചേ. ഇതേപോലെ കണ്ടുപിടിക്കും. എന്ത് വരും പോസ്റ്റ് ഓർഡർ? എങ്ങനെ വരിക? ലെഫ്റ്റ് റൈറ്റ് പാരന്റ്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് പാരന്റ് ആണ് നമ്മളെ പോസ്റ്റ് ഓർഡറിൽ വരിക. അപ്പൊ ആദ്യം പോസ്റ്റ് ഓർഡർ, ആദ്യം ആരാ ഏത് നമ്പറാ പ്രിന്റ് ചെയ്യാ? നമ്മള് ആദ്യം ഏത് നമ്പറാ വരിക? ലെഫ്റ്റ് മോസ്റ്റ്. ടു ലെഫ്റ്റ് മോസ്റ്റ് ആരുള്ളത്? 25. കറക്റ്റ്. ദെൻ ആര് വരും? 35. 30 അല്ല, 35. ലെഫ്റ്റ് കഴിഞ്ഞാൽ അടുത്ത പ്രയോറിറ്റി റൈറ്റിനാണ്. ലെഫ്റ്റ് കഴിഞ്ഞു, പിന്നെ റൈറ്റിന്, പിന്നെയാണ് പാരന്റിന് വരിക 30. കണ്ടോ, ക്ലിയർ ആണോ? ഹലോ ക്ലിയർ ആണോ? പിന്നെ നോക്കിക്കേ, ഇനി എങ്ങോട്ട് പോകും? അപ്പൊ ലെഫ്റ്റ് കഴിഞ്ഞു.
ഇനി പാരന്റ് പ്രിന്റ് ചെയ്യോ? ഇല്ല. ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ പ്രയോറിറ്റി? റൈറ്റിനാണ്. റൈറ്റിലോട്ട് മൂവ് ചെയ്താ, ഇവിടത്തോട്ട് മൂവ് ചെയ്തു. ഇവിടുന്ന് വീണ്ടും ഏറ്റവും ലെഫ്റ്റിലുള്ള ആരാണ്? 45. പിന്നെ റൈറ്റിലുള്ളത് ആരാണ്? 60. ദെൻ അയാളുടെ പാരന്റ് ആരാണ്? 50. കണ്ടോ? ലെഫ്റ്റും കഴിഞ്ഞു, റൈറ്റും കഴിഞ്ഞു. ഇവരുടെ പാരന്റ് ആരാണ്? 40. ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക. കണ്ടോ? ഹലോ. ഓക്കെ. അപ്പൊ നമുക്ക് വരയ്ക്കാതെ നമുക്ക് നല്ല ലോജിക് ഉണ്ട്. നമുക്ക് ഐഡിയ ഉണ്ട്. ഇത് നല്ല ഐഡിയ ഉണ്ട്. നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്താൽ മതി. ലെഫ്റ്റും റൈറ്റും മാറിപ്പോരുത്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. വളരെ സിമ്പിൾ ആയിപ്പോയി ക്വസ്റ്റ്യൻ. ഏത് ആൻസർ വരിക? നിങ്ങൾ ഇങ്ങനെ വരച്ചു നോക്കണോ? സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ ആണ്. ബൈനറി ട്രീ എന്നാണ്. പക്ഷെ അവിടെ ബൈനറി ട്രീ എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ ബൈനറി ട്രീ ആണ് എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ട്രിക്കി ആയിട്ട് തരും കേട്ടോ. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ബൈനറി ട്രീ എന്നായിരിക്കും കാണാം. പക്ഷെ ഇത് നോക്കുന്ന സമയത്ത് ബൈനറി സെർച്ച് ട്രീ പ്രോപ്പർട്ടിയാ അല്ലേ? അങ്ങനെയാണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ പോരാ? 2, 5, 7, 10, 15, 20. കണ്ടോ? ഇത് ബൈനറി ട്രീ. ഇത് എന്തുകൊണ്ട് സാറേ ബൈനറി ട്രീ? ബൈനറി സെർച്ച് ട്രീ എന്ന് തന്നത് എന്താണ്? അത് ക്വസ്റ്റ്യൻ തെറ്റല്ലേ എന്ന് വിചാരിക്കരുത്. ഓൾ ബൈനറി ട്രീസ് ആർ ഓൾ BT ആർ BST. ക്ലിയർ ആണോ? എല്ലാ ബൈനറി ട്രീയും ബൈനറി സെർച്ച് ട്രീ ആണ്. ക്ലിയർ അല്ലേ? ഹലോ. വിത്തിൻ സെക്കൻഡ്സിനോട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ബാക്കിയുള്ളവർ ഇങ്ങനെ വരച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു സിമ്പിൾ പോയിന്റ് പഠിച്ചു. അസെൻഡിങ് ഓർഡർ ആണ്. അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ മതി എന്നുള്ളത് പഠിച്ചു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഞാൻ പറയാണ് ഇനി നെക്സ്റ്റ് ഇത്. ഓക്കെ. ഇനി ഞാൻ വേറൊരു നിങ്ങൾക്ക് എല്ലാം ഉള്ളത് തന്നപ്പോ നിങ്ങൾക്ക് ഇതായി. ഞാൻ നോക്കാം. ഇങ്ങനെ തന്നു ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാണ്. ഇതിന്റെ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. സർ ബൈനറി സെർച്ച് ട്രീന്റെയും ബൈനറി ട്രീന്റെയും ഇൻ ഓർഡർ സെയിം ആണോ? അല്ല, ഇൻ ഓർഡർ സെയിം ആവൂല. ഡിപ്പെൻസ് ആണ്. ഹലോ. ബൈനറി ട്രീയും ബൈനറി സെർച്ച് ട്രീയും രണ്ടും ഈ കേസ് ആണോ ചോദിച്ചത്? രണ്ടിന്റെ ഇൻ ഓർഡർ ഇതേപോലെ സീക്വൻസ് ആയിട്ട് വരുള്ളൂ. രണ്ടിന്റെയും ഇൻ ഓർഡർ സീക്വൻസ്, അതായത് ഓരോ ട്രീക്കനുസരിച്ച് മാറും. ഇതിന്റെ കേസിൽ ബൈനറി സെർച്ച് ട്രീ തന്നെയാണ് ബൈനറി ട്രീ. അപ്പൊ രണ്ട് ഇൻ ഓർഡർ രണ്ടും സെയിം ആണ്. ക്ലിയർ ആണോ? ഹലോ. എങ്ങനെ സാർ? അതായത് ഇവിടെ തന്നത് എന്താണ്? ആക്ച്വലി ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ബൈനറി ട്രീ എന്നാ പറഞ്ഞത്. കണ്ടോ? ഹലോ. പക്ഷെ ഇത് ആക്ച്വലി ഈ ഫിഗർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആണ്. കാരണം എന്താ? 10ന്റെ ചെറുതാണ് 5, 5ന്റെ ചെറുത് 2, 5ന്റെ വലുത് 7. ഇവിടെ ലെഫ്റ്റിലുള്ളതെല്ലാം 10നെക്കാട്ടിലും ചെറുതാണ്. റൈറ്റിലുള്ളതെല്ലാം 10നെക്കാട്ടിലും വലുതാണ്. 15നെക്കാട്ടിലും വലുതാണ് 20 റൈറ്റിലുള്ളത്. അതേപോലെ 5നെക്കാട്ടിലും വലുതാണ് 7. അപ്പൊ ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആണ്. ഓക്കെ. അപ്പൊ എല്ലാ ബൈനറി സെർച്ച് ട്രീയും നമുക്ക് എന്ത് പറയാം? ബൈനറി ട്രീ ആണെന്ന് പറയാം. അതായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ അസെൻഡിങ് ഓർഡർ നമുക്ക് എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആണോ? ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാണ്. 10, 5, 7, 20, 23, 30, 31. Find the post order traversal of this tree. Find the post order. ഇതിന്റെ പോസ്റ്റ് ഓർഡർ ആണ് നിങ്ങൾ കാണേണ്ടത്. വേഗം കണ്ടുപിടിച്ചേ. Find the post order traversal. വേഗം കണ്ടുപിടിച്ചേ.
ആ പറഞ്ഞോളൂ. ആ 30ക്ക് കഴിഞ്ഞ് 31 അത് റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ? റൈറ്റിലേക്കാണ്. ഇതാ ഒരു ആൻസർ പറഞ്ഞു. 7 ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. മോനെ ആ നമ്പർ ഒന്ന് വായിക്കോ. 7 7 5 23 23 20 20 20 31 30 10. 31 30. നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. എല്ലാരും ഒന്ന് വേഗം പറയാം കേട്ടോ. 7 5 23 ഉം. 30 31 20 10. 30 31 20 10. ഓക്കെ, 30 31 20 10. ഓക്കെ, ഓർഡർ മാറി അല്ലേ? ഓക്കെ, നമുക്ക് ഏതാ ചെക്ക് ചെയ്ത് നോക്കാം ഏതാ ശരി നോക്കാം. ഓക്കെ അല്ലേ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കല്ലേ? ഹലോ, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഓക്കെ, ആദ്യം ആരാ വിസിറ്റ് ചെയ്യാ? ഏറ്റവും ലെഫ്റ്റിലുള്ളത് ആരാ? ഇവിടെ ആയിരുന്നു വേണ്ടിയിരുന്നത് അല്ലെ? ഇവിടെ ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ ഇവിടെ ആളില്ല. അപ്പൊ ആരെ പ്രിന്റ് ചെയ്യും? ആര് വരും? റൈറ്റിലുള്ള ആൾ വരും അല്ലെ? നമ്മൾ ഓർഡർ എന്താണ്? ലെഫ്റ്റ്, റൈറ്റ്, പാരന്റ്. അപ്പൊ നോക്കാം, ആദ്യം തന്നെ ആര് വരും? ഞാൻ എങ്ങനെ ചെയ്യണോ? വരച്ചിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ? ഏതാ ചെയ്യേണ്ടത്? നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. വരച്ചിട്ട് ചെയ്യണോ? എങ്ങനെ ചെയ്യേണ്ടത് പറയൂ. ഹലോ, രണ്ടും ചെയ്യല്ലേ? അതൊക്കെ വരച്ച് ചെയ്യാം. ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ഇത് ഇട്ട് കൊടുക്കണ്ടേ? ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ 2 എണ്ണം ആക്കണം. ഇവിടെ 5 ആകെ 1 ഉള്ളൂ, 2 എണ്ണം ആക്കണം. ഇവിടെ 2 എണ്ണം വേണം, ഇയാൾക്ക് 1 വേണം, ഇയാൾക്ക് 2 എണ്ണം വേണം. ഇങ്ങനെയല്ലേ വരിക? ഹലോ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ വിസിറ്റ് ഉള്ളതാണ്. മൂന്നാമത്തെ വിസിറ്റ് ചെയ്യുന്നത് ആരാണോ അയാളാണ് നമുക്ക് ആദ്യം പ്രിന്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ വിസിറ്റ് നോക്കുക. ഇത് 1 ആയിട്ടുള്ളൂ, 2 ആയി. ഓക്കെ, ഇയാള് 1 ആയി. ഇല്ല, ഇയാൾ എന്തായി? 1 ആയി. 1 ഇവിടെ ഔട്ടോ. 1 ആയി, 2 ആയി, 3 ആയി. മൂന്നാമതായപ്പോ എന്തായി? 7 ആദ്യം വന്നു. ദെൻ അടുത്തത് എന്ത് ചെയ്തു? ഇവിടെ 1 ഉണ്ടായിരുന്നു, എഴുതി വെക്കണം. ഇവിടെ 2 ഉണ്ടായിരുന്നു, 5 3. ദെൻ അടുത്തത് നോക്കിക്കേ, ഇവിടെ 1 ആയിട്ടുള്ളൂ. ഇത് 1, ഇത് 2 ആവുന്നുള്ളൂ. 2 ഇത് 1 ആയി, ഇത് വീണ്ടും 1 ആയി, 2 ആയി, 3 ആയി. 23 വരും. 23. ദെൻ അടുത്തത് എന്ത് ചെയ്തു? ഇയാള് 2 എണ്ണായി, ഇയാൾ 1 ആയി, ഇയാള് 2 ആയി, ഇയാൾ 1 ആയി, 2 3. അടുത്ത 31 വരിക. 31. ഓക്കെ, അപ്പം 31 കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? 30 വരിക. 31 കഴിഞ്ഞിട്ടാണ് 30 വരിക. ക്ലിയർ ആണോ? പിന്നെന്ത് വരും? 20 വരും. ഇതാണ് ഓർഡർ. പിന്നെന്ത് വരും? 10 വരും. 7 5 23 31 30 20 10. ഇതാണ് ഓർഡർ. ഇവിടെ എന്തായി? 30 31 മാറിപ്പോയി, ഇവിടെ മാറിപ്പോയി. ക്ലിയർ ആണോ? 23 കഴിഞ്ഞിട്ടുള്ള 23 കഴിഞ്ഞിട്ട് 23 ഇവിടെ മൂന്നാമത്തെ വിസിറ്റ് ആയി. പിന്നെ 20 2 ആയി. 20 2 ആയി. അല്ല, വരക്കാത്ത മെത്തേഡ് മതി. മറ്റേ നോർമൽ മെത്തേഡ്. വരക്കാത്ത മെത്തേഡ് മതി അല്ലേ? വരക്കാത്ത മെത്തേഡ്. ഓക്കെ, നമ്പേഴ്സ് ഒന്ന് പറയാമോ? ഏതൊക്കെയായിരുന്നു? ട്രീ ഒന്ന് പറയാം. 10 15. 10 ലെഫ്റ്റിലുള്ളതാ? 15 സോറി 5 ആണ്. സോറി 10 5 20 റൈറ്റിലല്ലേ? അതെ. ഓക്കെ, ലെഫ്റ്റിൽ ഇവിടെ ഉണ്ടോ? ഓളെ ആളുണ്ടോ? ഇവിടെ റൈറ്റിൽ 7. റൈറ്റിൽ 7. ഓക്കെ, ഇവിടെ ലെഫ്റ്റിൽ 23 30 31. ഓക്കെ ഓക്കെ, വരക്കാത്ത മെത്തേഡാണ് പറയുന്നത്. നോക്കാട്ടോ, വരക്കാത്ത മെത്തേഡാണ്. ഇവിടെ ഏറ്റവും നമ്മൾ ആദ്യം തന്നെ നോക്കുക. ഇവിടെ പോസ്റ്റ് ഓർഡർ ആണ് പറഞ്ഞത്. പോസ്റ്റ് ഓർഡർ പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് പാരന്റാ. ഇതാണ് നമ്മൾ ഓർഡർ.
അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഏറ്റവും ലെഫ്റ്റിനാണ് ആദ്യത്തെ പ്രയോറിറ്റി. അപ്പൊ ലെഫ്റ്റിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ലെഫ്റ്റിലുള്ള ആൾ ആരാ നോക്കുക. ഡീപ്പസ്റ്റ് ലെഫ്റ്റിൽ ഇവിടെ ആളില്ല. അപ്പൊ അടുത്ത പ്രയോറിറ്റി ആർക്ക് പോയി? 7 എന്ന് പറയുന്ന റൈറ്റിന് പോയി. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ദെൻ അടുത്തത് എന്ത് ചെയ്തു? ലെഫ്റ്റ് കഴിഞ്ഞു, റൈറ്റ്. ലെഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പ്രിന്റ് ചെയ്തില്ല, റൈറ്റ് പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് പോകും? അയാളുടെ പാരന്റിന് പോകും. ഒരാളുടെ ലെഫ്റ്റും റൈറ്റും കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പാരന്റിനാണ് പോവുക. ഇയാളുടെ പാരന്റിന് പോയി. അപ്പൊ ഇവിടുത്തെ ലെഫ്റ്റ് കംപ്ലീറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ക്ലിയർ ആണോ? ഇനി നമ്മൾ എങ്ങോട്ട് പോകും? ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ റൈറ്റ് സൈഡിലോട്ടാ പോവുക. കാരണം ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്? പാരന്റിന്റെ റൈറ്റ് സൈഡിലുള്ളവർക്കാണ്. ഇയാളാണ് ഏറ്റവും പാരന്റ് റൂട്ട്. അപ്പൊ ഏറ്റവും സുഖം എന്താ? ഏറ്റവും സുഖമുള്ള ഒരു പരിപാടി എന്താ? ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ നോക്കിയിട്ട് ഓപ്ഷനിൽ ഏറ്റവും ലാസ്റ്റ് ഇവിടെ 10 വരികയാണെങ്കിൽ അതായിരിക്കും ആൻസർ. ബാക്കിയുള്ളതിനൊന്നും 10 വന്നിട്ടില്ല. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഇതായിരിക്കും ആൻസർ. ക്ലിയർ ആണോ? യെസ്. ഹലോ? ആ, ഏറ്റവും 10, ബാക്കിയുള്ളതൊന്നും 10 വന്നില്ല. 2 ഓപ്ഷനിൽ 10 ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓരോ ഓപ്ഷനിലാണ് 10 ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സുഖം, അതായിട്ട് കണ്ണും പൂട്ടി നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. കാരണം എന്താ? അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് പാരന്റ് എന്ന് പറയുന്നത്. ഇനി ഇയാളുടെ റൈറ്റിൽ ആരാ ഉള്ളത്? ഇയാളുടെ റൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളുണ്ട്. അപ്പൊ അവിടുന്ന് പ്രയോറിറ്റി ആർക്കാ കൊടുക്കുന്നത്? ഏറ്റവും ലെഫ്റ്റിലുള്ള ആൾക്ക് കൊടുക്കണം. ഏറ്റവും ലെഫ്റ്റിലുള്ള ആൾ ആരാണ്? ഏറ്റവും ലെഫ്റ്റിലുള്ള ആൾ ആരാണ്? 23 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ആ, അത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് കൊടുക്കണം? അത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് കൊടുക്കണം? അതിന്റെ റൈറ്റിന് കൊടുക്കണം. റൈറ്റിന് കൊടുക്കണം. ക്ലിയർ ആയോ? യെസ്. ആ, റൈറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? ഇയാൾക്ക് സബ് നോഡ് ഉണ്ടായത് കൊണ്ട് ഇയാളുടെ ലെഫ്റ്റിൽ ആരോ ഉണ്ടോ നോക്കണം. ഇയാളുടെ ലെഫ്റ്റിൽ ആരോ ഉണ്ടോ? ഇല്ല. റൈറ്റ് എടുക്കണ്ടേ അപ്പൊ? എങ്ങനെ? റൈറ്റിൽ 30 അല്ലേ എടുക്കണ്ടേ? അത് റൈറ്റിൽ 30 എടുക്കാനായില്ല. കാരണം എന്താ? ഇയാൾക്ക് സബ് വീണ്ടും ഇവിടെ താഴെ ആളില്ലേ? പാരന്റ് എഴുതുന്നതിന് മുന്നേ അയാളുടെ ചൈൽഡ് എഴുതണം. ഇയാള് പാരന്റ് കൂടാണ്, റൈറ്റും ആണ് പാരന്റും ആണ്. ഓക്കെ. അപ്പൊ പാരന്റ് എഴുതുന്നതിന് മുന്നേ അയാൾക്ക് വീണ്ടും സബ് ഉണ്ടോ നോക്കണം. നമ്മൾ ഈ റൈറ്റ് എഴുതുന്നതിന് മുന്നേ ഇയാൾക്ക് സബ് വേറെ ഉണ്ടോ നോക്കണം, എന്നിട്ടേ എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? 23ക്കും അങ്ങനെ ചൈൽഡ് ഉണ്ടെങ്കിൽ അടിക്ക് പോകാം. 23 അടിയിലുണ്ട്. 23 അടിയിലേക്ക് പോയിട്ട് ഇത് എഴുതാൻ പറ്റുള്ളൂ. കണ്ടോ? ഇവിടെ എന്താ 20 എഴുതാതെ? ഇവിടെ 23 ഉണ്ടായതുകൊണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ 30ന്റെ താഴേക്ക് നോക്കി ഇവിടെ ആരുമില്ല. പിന്നെ റൈറ്റിൽ ആരുണ്ട്? 31 ഉണ്ട്. ഇനി ഇവിടെ ആരുമില്ല. 31 കഴിഞ്ഞാൽ പിന്നെ ആർക്ക് കൊടുക്കണം? ഇയാൾ എഴുതി കഴിഞ്ഞാൽ ഇയാളുടെ പാരന്റ് ആരാ? 30 ആണ്. പിന്നെ ഇവിടെ 23 കഴിഞ്ഞു, ഇയാൾ ടിക്ക് ചെയ്തു, ഇയാൾ മൊത്തം കഴിഞ്ഞു. ഇവര് രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഇയാളുടെ പാരന്റ് 20. പിന്നെ ഇവരെല്ലാവരും കഴിഞ്ഞാൽ ഇയാളുടെ പാരന്റ് ആരാ? 10. അങ്ങനെയാണ് എഴുതേണ്ടത്. കാരണം മനസ്സിലായോ? ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ നോക്കുക, റൈറ്റ് ചൈൽഡ് ഉണ്ടോ നോക്കുക. അത് എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ പാരന്റ് എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പോ ക്ലിയർ ആണോ? ഓക്കെ. ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ഏരിയ ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ഏരിയ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഞാനൊരു ബൈനറി ട്രീ തന്നു. ഞാൻ പറയാണ്, കണ്ടുപിടിച്ചേ, വേഗം കണ്ടുപിടിച്ചേ. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിവിടെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോളൂ കേട്ടോ. 1 ഓ 2 ഓ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞോളൂ. അപ്പൊ നമ്മള് ഇൻ ഓർഡറിലേ ആ LPR അല്ലേ? അപ്പൊ ലെഫ്റ്റ് പിന്നെ പാരന്റ്, പിന്നെ 10 റൈറ്റ്. ഓക്കെ. 10 എടുക്കണ്ടല്ലേ? 10 എടുക്കണ്ട. പാരന്റിന് മുൻഗണന കൊടുക്കണ്ട. പാരന്റിന് മുൻഗണന, ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് എപ്പോഴാ? പാരന്റിന് പോസ്റ്റ് അല്ല, ഫ്രീ. ഇവിടെ കണ്ടോ? ഇവിടെ ഇൻ ഓർഡറിൽ ഇതൊക്കെ, ഈ ക്വസ്റ്റ്യനിലെ ഇൻ ഓർഡറിൽ ലെഫ്റ്റ്, പാരന്റ്, റൈറ്റാ. കണ്ടോ? ആദ്യം ഞാൻ ലെഫ്റ്റ് എഴുതി, 2 എഴുതി. പിന്നെ ഞാൻ എന്ത് എഴുതി? പാരന്റിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. കാരണം ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പാരന്റാ. കണ്ടോ? അങ്ങനെയാണ് 5 എഴുതിയത്. കണ്ടോ? എന്നിട്ടേ റൈറ്റിലോട്ട് പോവുള്ളൂ. ക്ലിയർ ആണോ? റൈറ്റിലോട്ട് പോയി. അപ്പൊ ഇവിടുത്തെ ലെഫ്റ്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ലേ? ലെഫ്റ്റിന്റെ ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഇതിന്റെ പാരന്റ് ആരാ? ഈ സബ് ട്രീയുടെ പാരന്റ് ആരാ? അതൊരു സബ് ട്രീയാ. ഇതിന്റെ പാരന്റ് ആരാ? 10. അങ്ങനെയാണ് 10 ഇവിടെ വന്നത്. കണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ആരാ? പിന്നെ റൈറ്റിലോട്ട് പോകും. റൈറ്റിൽ പോയാൽ വീണ്ടും ആർക്ക് കൊടുക്കണം? ലെഫ്റ്റ് ഉണ്ടോ നോക്കുക. ലെഫ്റ്റ് ഇല്ല. പിന്നെ പാരന്റ് 15. പിന്നെ എന്ത് ചെയ്തു? 20. ഇങ്ങനെയാണ് എഴുതുക. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? ഇവിടെ 3 എണ്ണത്തിൽ ലാസ്റ്റ് 20 വരുന്നുണ്ട്. കണ്ടോ?
പിന്നെ നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം. കാരണം എന്താ, ഒരിക്കലും 10 ആദ്യം വരൂല. കണ്ടോ, ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാ. ഇതും ക്യാൻസൽ ചെയ്യാം, കാരണം ഇവിടെ 15 ലാസ്റ്റ് വരില്ല. 15 ഏറ്റവും റൈറ്റിലുള്ള ആരാണ്, ഏറ്റവും റൈറ്റിലുള്ള ആളാണ് ഏറ്റവും ലാസ്റ്റ് വരിക ഇൻ ഓർഡറിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പിന്നെ ഇതും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാതെ ക്യാൻസൽ ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്താ, 10 ആദ്യം വരുമോ? 10 ആദ്യം വരുമോ? ഇല്ല. 10 ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ, ഒരു ഏകദേശം ഒരു മിഡിലെ 10 വരുള്ളൂ. കാരണം എന്താ, ഇത് പാരന്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ടൈം സേവ് ചെയ്യേണ്ടത് കേട്ടോ. ടൈം സേവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ കേസിൽ നിങ്ങൾക്ക് സുഖമാണ്. ഈ കേസിൽ നിങ്ങൾക്ക് ഇൻ ഓർഡർ എഴുതി വെച്ചാൽ മതി, അസെൻഡിങ് ഓർഡർ എഴുതി വെച്ചാൽ മതി. ഇനി ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സപ്പോസ് ഞാൻ ഇതിനൊന്ന് മാറ്റിട്ടോ, ഇതിനൊന്ന് മാറ്റി ഞാൻ 10, 25, 2, 3, 4, 45. ഫൈൻഡ് ദി ഇൻ ഓർഡർ ട്രാവേഴ്സൽ ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞൊരു പേരാണ്. ഇതിന്റെ ഇൻ ഓർഡർ ട്രാവേഴ്സൽ ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. ഇതിന്റെ ഇൻ ഓർഡർ ട്രാവേഴ്സൽ ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. പറ്റുമോ? BST ആണോ? BST ആണല്ലോ, ബി ട്രീയിൽ കണ്ടുപിടിക്കാലോ. BST ആണ്. BST ആണെങ്കിൽ നിങ്ങൾക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറ്റൂല എന്നുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ലെഫ്റ്റ് റൈറ്റ്, സോറി ലെഫ്റ്റ് പാരന്റ് റൈറ്റ്, ഈ ഫോർമാറ്റിൽ. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ കണ്ടുപിടിച്ചേ. Answer 225. ആൻസർ ഏതാണ്? 225, 310, 310, 45. 45 ആണോ? 540 അല്ലേ? ഓക്കെ, 540. 540 കറക്റ്റാ. എല്ലാവർക്കും കിട്ടിയില്ലേ? Yes, sir. ഓക്കെ. അപ്പം ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓഫ് എ ബൈനറി ട്രീ ഈസ് യൂസ്ഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പർപ്പസ്. എന്തിനാണെന്നുള്ളതാണ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. കൺസ്ട്രക്ടിങ് ആൻ എക്സ്പ്രഷൻ ട്രീ, അതുപോലെ തന്നെ ഡിലീറ്റിംഗ് എ ട്രീ, അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് എ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ, എല്ലാം ഓൾ ഓഫ് ദി അബോവ്, എല്ലാത്തിനും ആൻസർ ആയിട്ട് വരും കേട്ടോ. എല്ലാം കറക്റ്റ് ആണ്. കൺസ്ട്രക്ടിങ് എ എക്സ്പ്രഷൻ ട്രീ, ഓക്കെ, ഡിലീറ്റിംഗ് എ ട്രീ, ഇവാലുവേറ്റിംഗ് എ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ട്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിലബസിൽ കാണാനായിട്ടാണ്. എക്സ്പ്രഷൻ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ A+B × C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുതിയാൽ ഇതിനെങ്ങനെ ട്രീ ആക്കി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ പാരന്റ് ആയിട്ട് വരണം. A+B. ഓക്കെ, എ ഇവിടെ എഴുതുന്നു. ഓക്കെ, ദെൻ എന്ത് വന്നു, അടുത്ത ഓപ്പറേറ്റർ ആയ സ്റ്റാർ, ദെൻ BC. ഇതിന്റെ മീനിങ് എന്താ? BC അല്ല, ആദ്യം B × C ചെയ്തിട്ട് പിന്നെ A ചെയ്താൽ മതി. ഇതല്ല ഇതിന്റെ മീനിങ്. ഇതിനാണ് എക്സ്പ്രഷൻ ട്രീ എന്ന് പറയാം. ക്ലിയർ ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. Yes, sir. ഇത് നിങ്ങളെ സിലബസിൽ കാണുന്നില്ല, എക്സ്പ്രഷൻ ട്രീ എന്ന് പറഞ്ഞിട്ട് കാണില്ല. അതായത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ ഓപ്പറേറ്റേഴ്സിനെ മൊത്തം പാരന്റ് ആക്കിയിട്ട് വരയ്ക്കുന്ന ട്രീ ആണ്. ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് നോഡായിരിക്കും. ഓപ്പറേറ്റേഴ്സ് പാരന്റും ആക്കി വരയ്ക്കുന്ന ട്രീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്രഷൻ ട്രീ എന്ന് പറയാം. അപ്പം
ഇതിന് എന്തിനൊക്കെ പോസ്റ്റ്ഫിക്സ് നമ്മൾ പഠിച്ചാണ്. പോസ്റ്റ്ഫിക്സ് ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് എ ട്രീ, ട്രീയിലെ നോഡ് ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ടിങ് ആൻ എക്സ്പ്രഷൻ ട്രീ. ഇത് മൂന്നും ഇതിന്റെ എന്താണ് ആൻസർ ആണ്. ഓൾ ഓഫ് ദി അബോവ് നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് വേഗം. ഗിവൺ ദി പ്രീ ഓർഡർ ട്രാവേഴ്സൽ സീക്വൻസ് വാട്ട് ഈസ് ദി റൂട്ട് നോഡ് എന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിനെ ട്രീ കൺസ്ട്രക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പ്രീ ഓർഡർ ആണ്. പ്രീ ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. പ്രീ ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ അസ്യൂം ഒരു കാര്യം കൂടെ ഉണ്ട്. അസ്യൂം ഇറ്റ് ഈസ് എ BS ട്രീ, ബൈനറി സെർച്ച് ട്രീ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യുക ബൈനറി സെർച്ച് ട്രീ ആണ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യുക ബൈനറി സെർച്ച് ട്രീ ആണ് ഇതെന്ന് അസ്യൂം ചെയ്യുക. എങ്ങനെയാണ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക? നമ്പർ തന്നാൽ ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഇവിടെ നിങ്ങൾക്ക് സുഖ ഏതായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രീ ഓർഡർ ആണെങ്കിൽ റൂട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏതാ റൂട്ട് വരിക? റൂട്ട് ഏതാ വരിക? 10 വരിക. ഒരു 100% നിങ്ങൾക്ക് ഉറപ്പാ 10 വരിക. പക്ഷെ ഇതിന്റെ വേറൊരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് വളരെ സിമ്പിളാ. കാരണം എന്താ? പ്രീ ഓർഡറിൽ ഏറ്റവും ആദ്യം വരുന്നത് റൂട്ട് ആയിരിക്കും. പോസ്റ്റ് ഓർഡറിലാണെങ്കിൽ റൂട്ട് ഏതാ? ഞാൻ പറയാണ് പോസ്റ്റ് ഓർഡർ ആണ്. ഇത് പോസ്റ്റ് ആണെങ്കിൽ ഏതാ റൂട്ട്? അതിന് ഇത് ആവശ്യമില്ല കേട്ടോ. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിലാണെങ്കിൽ ഏതാ റൂട്ട് വരിക? 20 ആണോ? 20 ആണ് വരിക. 20 ആണ് വരിക. ക്ലിയർ ആണോ? ഹലോ? യെസ് സർ. ഇനി ട്രീ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ട്രീ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീ എങ്ങനെ വരയ്ക്കാം? ഞങ്ങളോട് ചോദിക്കാണ്. ഇനി 4 ഓപ്ഷനിൽ ട്രീ ആണ്. വാട്ട് ഈസ് എ ട്രീ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഇൻഓർഡറിന്റെ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻഓർഡറിന്റെ റൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഇതിൽ ഇൻഓർഡറിന്റെ റൂട്ട് ഏതാന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ ട്രീ വരയ്ക്കണം. ക്ലിയർ ആണോ? ഇൻഓർഡർ ട്രാവേഴ്സൽ തരികയാണെങ്കിൽ ഇൻഓർഡർ എന്ന് തന്നാൽ ഇതിൽ ഏതാണ് ട്രീ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1 2 3 4 5 6 എന്നുള്ളത് 2 7 ഏതാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ ട്രീ വരയ്ക്കണം. എങ്ങനെയാണ് ട്രീ വരയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ഇൻഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് ട്രീ വരയ്ക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, 2 ടൈപ്പ് ട്രാവേഴ്സൽ നമുക്ക് തരണം. 2 ടൈപ്പ് നമുക്ക് തരണം. ഒരു ബൈനറി ട്രീയുടെ നമ്മളെ ട്രീ നമുക്ക് ഡ്രോ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പ്രീ ഓർഡറോ ഇൻഓർഡറോ പോസ്റ്റ് ഓർഡറോ പ്രീ ഓർഡറോ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് തരണം. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഹലോ? ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഇൻഓർഡറിന്റെ കൂടെ നമുക്ക് ഒന്നുകിൽ പ്രീ ഓർഡറോ പോസ്റ്റ് ഓർഡറോ ആയിരിക്കും നമുക്ക് തരാം. മറ്റേത് തരൂല. മറ്റേത് നിങ്ങൾക്ക് 1 മണിക്കൂർ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ എടുക്കും അതൊക്കെ ചെയ്യാൻ. അതൊന്നും തരൂല. ഇൻഓർഡറിന്റെ കൂടെ പ്രീ ഓർഡറോ പോസ്റ്റ് ഓർഡറോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നാൽ നിങ്ങൾക്ക് ട്രീ വരയ്ക്കാൻ പറ്റണം. ഇവിടെ നിങ്ങൾക്ക് പ്രീ ഓർഡർ തന്നിട്ടുണ്ട്, സാറേ എനിക്ക് ഇൻഓർഡർ തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത്. കാരണം എന്താ? ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യണം ആ ട്രീ ഒരു ബൈനറി സെർച്ച് ട്രീ ആണെന്ന് അസ്യൂം ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുക. അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ ഇൻഓർഡർ? എന്തായിരിക്കും 2 5 7 2 5 7 10 15 20 അസെൻഡിങ് ഓർഡറിൽ എഴുതിയാ പോരെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഹലോ? ഇനി ഫസ്റ്റ് റൂട്ട് നോഡ് ഏതായിരിക്കും? റൂട്ട് എപ്പോഴും 10 അല്ലേ? ഉറപ്പല്ലേ? റൂട്ട് 10 അല്ലേ? ഉറപ്പല്ലേ? 10 ആദ്യം കാണുന്ന പ്രീ ഓർഡറിൽ ആദ്യം കാണുന്ന ആളായിരിക്കും റൂട്ട്. 10 ഇവിടെ എഴുതി. ക്ലിയർ ആണോ? അതിന്റെ ലെഫ്റ്റ്. ഇനി നമ്മൾ ഇൻഓർഡറിലേക്ക് പോവാട്ടോ. അപ്പൊ 10 ഞാൻ എഴുതി. അടുത്തത് ഞാൻ എന്ത് ചെയ്തു? ഇൻഓർഡറിനെ 2 ആക്കി അങ്ങോട്ട് മുറിച്ചു. ഇതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ 2 ബോക്സ് ഇട്ടു. അപ്പം ലെഫ്റ്റിലുള്ള ആളുകൾ എന്താണ്? ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും 2 5 7 ഇവിടെയും അതുപോലെ എവിടെ പൊസിഷൻ എനിക്കറിയില്ല. 15ഉം 20ഉം ഇവിടെയാണ് വരിക. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെ ആവുന്ന സമയത്ത് നോക്കുക. ഇനി എന്താ നോക്കുക കേട്ടോ. ഇനി നോക്കുക ഇവിടെ. ഇനി അടുത്ത വാല്യൂ വരാ 5 അല്ലേ? 5. ക്ലിയർ ആണോ? 5 നമ്മൾ എന്ത് ചെയ്തു? 5 വീണ്ടും ഞാൻ അങ്ങോട്ട് മാർക്ക് ചെയ്തു.
5 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ലെഫ്റ്റിലേക്കും 2. ഇനി റൈറ്റ് സൈഡിലുള്ളത് 7 എങ്ങോട്ടും പോവും? ഇതാ ഇങ്ങോട്ടും പോവും. ക്ലിയർ ആയോ? 2ഉം 7ഉം ക്ലിയർ ആണോ? ഹലോ ഹലോ ആ സർ. ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ആരാ? 2 ആണ്. 2ന്റെ ലെഫ്റ്റിൽ ആരോ ഉണ്ടോ? 2ന്റെ ലെഫ്റ്റിൽ ആരോ ഉണ്ടോ? ഇല്ലല്ലോ. ദെൻ 2ന്റെ റൈറ്റിൽ ആരാ? 2ന്റെ റൈറ്റിലുള്ളതൊക്കെ നമ്മളിവിടെ എഴുതി. 2ന്റെ റൈറ്റിൽ ഇനി ആരും ഇല്ല. 5 നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇല്ല. ഇവിടെ ആരും ഇല്ല. ദെൻ 7ന്റെ എന്താ? 7ന്റെ റൈറ്റിലേക്കും ആരുമില്ല, ലെഫ്റ്റിലേക്കും ആരുമില്ല. ലെഫ്റ്റിലുള്ളത് 5 പാരന്റ് നമ്മൾ മുകളിൽ എഴുതിയതാ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ലെഫ്റ്റിലോ റൈറ്റിലോ ആരോ ഉണ്ടോ? ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? ഹലോ 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 ആ സർ. ഇനി നോക്കാം. ഇനി നമ്മൾ എങ്ങോട്ട് പോയി? ഇതാ അടുത്തത് കണ്ടോ. അടുത്തത് ഇത് കഴിഞ്ഞ് 15. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. 15 ആണോ 20 ആണോ റൂട്ട് ആവുക എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ആദ്യം കാണുന്നത് ആരാ? 15. അങ്ങനെയാണെങ്കിൽ 15 ആണ് റൂട്ട്. ദെൻ 20 എവിടെ വരും? ഇതാ അതിന്റെ ചൈൽഡ് ആയിട്ട് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സർ. ഓക്കെ. ഇങ്ങനെയാണ് ട്രീ വരയ്ക്കാം. ഒരു ഇൻഓർഡറിന്റെ കൂടെ പ്രീ ഓർഡറോ പോസ്റ്റ് ഓർഡറോ തരുവാണെങ്കിൽ ട്രീ വരയ്ക്കൽ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് 4 ഓപ്ഷനിൽ ഇതാ 4 ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാ ഇത് തന്നു. 5, 2, 7, 15, 20. അടുത്ത ഓപ്ഷനിൽ ബിയില് നിങ്ങൾക്ക് ഇതാ 10, 7, 5 അല്ലെങ്കിൽ 2 ഇങ്ങനെ തന്നു. ദെൻ അടുത്തത് എന്ത് തന്നു? ഇവിടെ 20, 15 ഇങ്ങനെ തന്നു. ഇങ്ങനെ തന്നാൽ നിങ്ങൾ അവിടെ ഐഡന്റിഫൈ ദ ട്രീ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണം ഏതാണ് കറക്റ്റ് ട്രീ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഹലോ സാർ നമുക്ക് 7 റൂട്ട് ആയിട്ട് എടുക്കാൻ പറ്റുമോ ഇവിടെ? ഇവിടെ 7 റൂട്ടാക്കി എടുക്കാൻ പറ്റൂല. കാരണം എന്താ? ആദ്യം വരുന്നത് ആരാണ്? 5 അല്ലേ? പ്രീ ഓർഡറിൽ ആദ്യം ഈ സീക്വൻസിൽ ആദ്യം വരുന്നത് ആരാ? 5 അല്ലേ? അതിന്റെ മീനിങ് എന്താ? ആദ്യത്തത് വിസിറ്റ് ചെയ്യുന്നത് പാരന്റിനാണ്. പാരന്റ് എന്ന് പറയുന്നത് പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ പാരന്റ് ലെഫ്റ്റ് റൈറ്റാ. അപ്പം 5 എന്ന് പറയുന്ന പാരന്റിനെ വിസിറ്റ് ചെയ്തിട്ട് അടുത്ത ആളേക്ക് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? സർ. ഇപ്പൊ ട്രീ വരയ്ക്കാൻ പഠിച്ചില്ലേ? ട്രീ വരയ്ക്കാൻ പഠിച്ചില്ലേ? ട്രീ വരയ്ക്കാൻ പഠിച്ചില്ലേ? ഹലോ 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 കേൾക്കുന്നില്ലേ? സർ. ഓക്കെ ഓക്കെ. അടുത്തത് ഇതാ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം. നിങ്ങളെല്ലാവരും ഏകദേശം എല്ലാവരും ഇത് ശരിയാക്കും എന്ന് ഉള്ളത് എനിക്ക് ഉറപ്പില്ല. ഏകദേശം എല്ലാവരും ചിലപ്പോൾ ഇത് തെറ്റിക്കാനും ചാൻസ് ഉണ്ട്. ഏതാണ് 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 ആൻസർ ആയിട്ട് വരിക? ലോഗിൻ ആണോ? ലോഗൻ ലോഗൻ ലോഗൻ. അടുത്തത് ഏതാ ആൻസർ ആയിട്ട് ഏതാ വരിക? വേറെ ഉണ്ടോ? ലോഗൻ ലോഗൻ തന്നെയാണോ? ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ലോഗൻ ആണെന്ന് ഉറപ്പല്ലേ? പറഞ്ഞിട്ടില്ലേ? ഹലോ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ലോഗൻ ആണെന്നുള്ളത്? ലോഗൻ നോട്ട് ചെയ്ത് വെച്ചില്ലേ? പക്ഷെ ആൻസർ കീ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണെന്ന് കാണാൻ പറ്റും. അപ്പൊ സാറ് തെറ്റ് പഠിപ്പിച്ചെന്ന് നിങ്ങളോട്ട് പറയും. സാറ് ഞങ്ങൾക്ക് ലോഗനെ പഠിപ്പിച്ചു തന്നത് എന്താണ് ഇത് ഇങ്ങനെ ആയെന്ന് പറയും. അങ്ങനെ പറയരുത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഞാനൊരു പോയിന്റ് ഇട്ടുന്ന ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ആ സ്പെഷ്യൽ കേസ് പറയുന്ന സമയത്ത് ഞാൻ പറയാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഓർമ്മണ്ടോ? ഹലോ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞതാ. ഓർമ്മണ്ടോ മക്കളെ? അപ്പൊ എന്താ ആ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാണ് 1, 2, 3, 4, 5, 6, 7 ക്രിയേറ്റ് എ ബൈനറി സെർച്ച് ട്രീ. ഒന്ന് വേഗം ക്രിയേറ്റ് ചെയ്തേ. ക്രിയേറ്റ് എ ബൈനറി സെർച്ച് ട്രീ. വേഗം ക്രിയേറ്റ് ചെയ്തേ. ഞാൻ വരയ്ക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് കിട്ടിയത് നോക്കുക കേട്ടോ. ഞാൻ വരയ്ക്കുന്ന പോലെയാണ് കിട്ടിയത് നോക്കുക. ഇങ്ങനെയാണോ കിട്ടിയത്?
ഹലോ യെസ്. ആ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് നോഡായിട്ടുള്ള 7 എന്ന് പറയുന്ന ഈ നോഡ് എനിക്ക് സെർച്ച് ചെയ്യണം. 7 ആണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. 7 ഇതിലുണ്ടോ ഇല്ലയോ സെർച്ച് ചെയ്യണം. എത്ര സെർച്ചിങ് വേണ്ടി വരും? 1 2 3 4 5 6 7 വേണ്ടേ? 7 വേണ്ടേ? ആ. അപ്പൊ n നോഡ് ഉണ്ടെങ്കിൽ n സെർച്ച് അവിടെ വേണം, വേണ്ടേ? വേണ്ടേ? യെസ് യെസ് ആ പക്ഷെ ലോഗൻ ആയിരുന്നല്ലോ നേരത്തെ, വീണ്ടും ഇവിടെ n തന്നെ വന്നു. ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആണോ? ബൈനറി സെർച്ച് ട്രീ ആണോ? ആണോ? ഹലോ യെസ്. ഹലോ യെസ് സർ. ആണ്. എല്ലാം റൈറ്റ് സൈഡിലേക്ക് മൊത്തം, ലെഫ്റ്റിൽ ആരുമില്ല, റൈറ്റിലേക്കൊക്കെ എന്താണ് ഗ്രേറ്റർ വാല്യൂസ് ആണ് വരുന്നത്. അൺബാലൻസ്. ബൈനറീസ് പാരന്റിനെക്കാട്ടിലും വലിയ വാല്യൂസ് ആണ് വരുന്നത്. എ ബൈനറി സെർച്ച് ട്രീ ബിക്കം, ഇത് ഏത് സ്ക്യൂഡ് ആണ്? സ്ക്യൂഡ് ട്രീ എന്ന് പറയാം അല്ലെ? സ്ക്യൂഡ് അല്ലെ? ലെഫ്റ്റ് സ്ക്യൂ റൈറ്റ് സ്ക്യൂ ആയിക്കോട്ടെ, സ്ക്യൂഡ് ആവുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എ ബൈനറി സെർച്ച് ട്രീ ബിക്കം skewed tree, skewed either left or right, whatever it is, the time complexity is worst case. അപ്പോഴാണ് നമ്മൾ വേസ്റ്റ് കേസ് ആവുന്നത്. നമ്മുടെ ബൈനറി സെർച്ച് ട്രീയുടെ ടൈം കോംപ്ലക്സിറ്റി ഏറ്റവും വേസ്റ്റ് ആവുന്നത് എപ്പോഴാണ്? സ്ക്യൂഡ് ട്രീ ആവുമ്പോഴാണ്. ആ സമയത്ത് എന്താണ് നമ്മുടെ ബൈനറി സെർച്ച് ട്രീയുടെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് എന്നിലേക്ക് തന്നെ വീണ്ടും മാറും. നമ്മൾ മുന്നേ ഓർഡർ ഓഫ് n ആയ ബൈനറി ട്രീന്ന് നമ്മൾ ഇതിനെ ചെറുതാക്കി ലോഗനിലേക്ക് മാറ്റി, ഓർഡർ ഓഫ് ലോഗനിലേക്ക് മാറ്റിയിരുന്നു. വീണ്ടും അത് തിരിച്ച് എങ്ങോട്ട് തന്നെ പോകും? ചില കേസിൽ എങ്ങോട്ട് പോകും? ഓർഡർ ഓഫ് എന്നിലോട്ട് വീണ്ടും റെൻഡർ ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ ഒരു കേസ് ആണ് ഈ കേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? ഓർഡർ ഓഫ് n. വേസ്റ്റ് കേസിൽ നമുക്ക് എന്ത് പറയാം? ബൈനറി സെർച്ച് ട്രീയുടെ ഓർഡർ ഓഫ് n ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നോക്കാണ്, വാട്ട് ഈസ് ദി ആവറേജ് കേസ് എന്ന് പറഞ്ഞ് നോക്കാണ്. ആവറേജ് കേസ്, ആവറേജ് കേസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഇതാണ്, ഓർഡർ ഓഫ് ലോഗ് n ആണ്. ആവറേജ് കേസിൽ നമുക്ക് ലോഗ് n എന്ന് പറയാം. ആവറേജിൽ ഏറ്റവും വേസ്റ്റ് കേസിൽ നമുക്ക് എന്ത് പറയാം? ഓർഡർ ഓഫ് n എന്ന് പറയാം. ഏറ്റവും ബെസ്റ്റ് കേസിൽ എന്ത് പറയാം? ഓർഡർ ഓഫ് 1 എന്ന് പറയാം. ക്ലിയർ ആണോ? ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ തന്നെ നമുക്ക് മാച്ച് ആയിട്ട് വരിക. ഞാൻ മാച്ച് ചെയ്യുന്നത് 1 ആണെന്ന് വിചാരിക്കാം, എനിക്കൊരു ഒറ്റ സെർച്ച് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഹലോ ആ അപ്പൊ 3 കേസാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. 3 കേസാണ്. ഇതെന്താണ്? ബെസ്റ്റ് കേസ്, നോട്ട് ചെയ്ത് വെക്കണം. ഇത് ആവറേജ് കേസ് ആണ്. ഇതെന്താണ്? വേസ്റ്റ് കേസ് ആണ്. വേസ്റ്റ് കേസ് ആണ്. ഇനി നിങ്ങളോട് ഒരു കേസും ചോദിച്ചിട്ടില്ല, ഒരു കേസും നിങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ബൈ ഡീഫാൾട്ട് ചെയ്യേണ്ടത് വേസ്റ്റ് കേസിലാണ് ആൻസർ പറയേണ്ടത്. ആൻസർ പറയേണ്ടത് വേസ്റ്റ് കേസിലാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഹലോ യെസ് സർ. ഹലോ ക്ലിയർ ആണോ? യെസ് ഓക്കെ. സർ, ഇതിൽ അൺബാലൻസ്ഡ് പറയാൻ കാരണം റൈറ്റ് സൈഡിൽ മാത്രം ഉണ്ടായതുകൊണ്ടാണോ? ലെഫ്റ്റിലായിട്ടാ? അൺബാലൻസ്ഡ് ആണ്, ഹൈറ്റ് ബാലൻസ്ഡ് അല്ല, അതുകൊണ്ടാണ് അതിലേക്കാ പോകുന്നത്. അടുത്തത് നമ്മൾ ഹൈറ്റ് ബാലൻസ്ഡ് ട്രീയിലോട്ടാണ് പോകുന്നത്. ABL ട്രീ കേട്ടുണ്ടോ? ABL ട്രീ കേട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ട്രീ ഉണ്ട്. ഹൈറ്റ് ബാലൻസ് ചെയ്യുന്നതാണ്. ഓക്കെ. അൺബാലൻസ്ഡ് എന്ന് പറയാനുള്ള റീസൺ, ഹൈറ്റിൽ ഒരു ബാലൻസ് ഇല്ല, എല്ലാം ഒരേ സ്ഥലത്തോട്ടാണ് മൂവ് ചെയ്യുന്നത് ഹൈറ്റ്. അപ്പൊ ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് നമ്മളെ ട്രീയില്, എന്റെ ട്രീയിൽ 100 നോഡ് ഉണ്ട് എന്ന് വിചാരിക്കാം. 100 അല്ലെ, ഞാനൊരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ എടുക്കാം. നമുക്ക് ഒരു 64 നോഡ് എടുത്ത് എന്തിനാ പറയാ? 64 ഓക്കെ, അല്ലെ 128 ആയിക്കോട്ടെ. 128 നോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെ ബൈനറി ട്രീയിൽ 128 നോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 128 ആണ്. അതായത് 128 എന്ന് എഴുതാം. 128 ഓർഡർ ഓഫ് n ആയിരുന്നല്ലോ എന്റേത്. ഓർഡർ ഓഫ് n അല്ലേ എന്റെ ടൈം കോംപ്ലക്സിറ്റി. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? യെസ് സർ. പറഞ്ഞത് മനസ്സിലായോ? ഇനി ബൈനറി സെർച്ച് ട്രീയിലാണെങ്കിൽ അതെന്തായി? 128 എന്നുള്ളത് ഓർഡർ ഓഫ് ലോഗനിലേക്ക് മാറി. ഓർഡർ ഓഫ് ലോഗ് n. ഓക്കെ, ലോഗനിലേക്ക് മാറിയാൽ 128 എനിക്ക് എങ്ങനെ എഴുതാം? 2⁻7 എഴുതിക്കൂടാ? 128 എഴുതിക്കൂടാ? ഹലോ, ലോഗ് 128 വാല്യൂ കണ്ടുപിടിക്കാനാണ്. ലോഗ് 128 വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? എനിക്ക് ലോഗിനെ 2⁻1 2⁻2 എന്ന് പറഞ്ഞാൽ 4, 3 എന്ന് പറഞ്ഞാൽ 8, 4 എന്ന് പറഞ്ഞാൽ 16, 32,
64 128 2 പവർ 7 എന്ന് പറഞ്ഞാൽ 128 ആ. എനിക്ക് എങ്ങനെ എഴുതാം? log 2 പവർ 7 എഴുതാം. ഇതിന് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ log x raised to y equal to y log x എന്ന് പറയുന്ന മാത്സിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? 7 log 2 എന്ന് എഴുതാം. log 2 ന്റെ വാല്യൂ 1 ആണ്, ഈക്വൽ ടു 7. എനിക്ക് 7 സെക്കൻഡ് കൊണ്ട് ഇവിടെ 128 സെക്കൻഡിൽ സെർച്ച് ചെയ്യുന്നത് എനിക്ക് ഇവിടെ 7 സെക്കൻഡിലോട്ട് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, sir. പക്ഷേ ഈ BST എന്ന് പറഞ്ഞാൽ സ്ക്യൂ ആവാണെങ്കിൽ വീണ്ടും എങ്ങോട്ട് പോയി? ഓർഡർ ഓഫ് എണ്ണിലോട്ട് 128 തന്നെ പോയി. വീണ്ടും എന്ത് ചെയ്തു? ഇവിടെ ഒരു പ്രശ്നക്കാരൻ വന്നു. കണ്ടോ? ഇവിടെ ഒരു പ്രശ്നക്കാരൻ. അതാണ് ഈ അൺബാലൻസ്ഡ് ആണെങ്കിൽ, സ്ക്യൂഡ് ആണെങ്കിൽ നമുക്ക് എന്തായി? വീണ്ടും ടൈം എന്ത് ചെയ്തു? പഴയ പോലെ തന്നെ ആയി. നമ്മൾ ഏറ്റവും പെട്ടെന്ന് സെർച്ച് ചെയ്യാണ്. നിങ്ങളൊരു PDF നിങ്ങളെ പേര് സെർച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു നമ്പർ സെർച്ച് ചെയ്യാണ്. നിങ്ങൾ അത് സെർച്ചിലിട്ട് നാളെ രാവിലെ അതിന്റെ ഉത്തരം കിട്ടുമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമോ? അത്ര എന്താണ് വേസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണത്. നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം. പെട്ടെന്ന് സെർച്ചിങ് സക്സസ്ഫുൾ ആണോ അൺസക്സസ്ഫുൾ ആണോ എന്ന് കിട്ടണം. നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവും അവിടെ. ക്ലിയർ അല്ല? പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ഹലോ? അങ്ങനെ വീണ്ടും എങ്ങനെ ഇതിന്റെ ടൈം കുറയ്ക്കാം? ഇതേ ടൈമിലേക്ക് തന്നെ എല്ലാ കേസിലും, അതായത് ആവറേജ് കേസിലും വേസ്റ്റ് കേസിലും, ഇവിടെ വേസ്റ്റ് കേസിന്റെ പ്രശ്നമാണ്, ആവറേജിൽ പ്രശ്നമില്ല. വേസ്റ്റ് കേസിന്റെ ടൈം നമ്മൾ കുറച്ചിട്ട് ലോഗനിലേക്ക് തന്നെ എങ്ങനെ ആക്കാം എന്നുള്ളത് സയന്റിസ്റ്റുകൾ ഇങ്ങനെ ആലോചിച്ച് പോയപ്പോഴാണ് ഒരാൾ അവിടെ വന്നത്. ആളുടെ പേരാണ് അഡ്ലസൺ, വെൽസ്കി ആൻഡ് ലാൻഡിസ് ട്രീ. അതാണ് AVL ട്രീ എന്ന് പറഞ്ഞാൽ. അഡ്ലസൺ, വെൽസ്കി ആൻഡ് ലാൻഡിസ്. ക്ലിയർ ആണോ? ഹലോ? അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ അതിന്റെ എല്ലാത്തിനെയും എന്താക്കി മാറ്റി? ലോഗനിലേക്ക് അങ്ങോട്ട് ആക്കി മാറ്റി. ബെസ്റ്റ് കേസ് എപ്പോഴും 1 ആണ്, അത് ഓക്കെ, കുഴപ്പമില്ല. ആവറേജ് കേസും വേസ്റ്റ് കേസും എന്താക്കി മാറ്റി? ലോഗനിലേക്ക് ആക്കി മാറ്റി. അത് മാറ്റിയത് എങ്ങനെയാണെന്നുള്ള കഥ പറയണം. ആ കഥ പറഞ്ഞിട്ട് നമുക്ക് കുറെ പ്രോബ്ലം ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഇതിൽ കുറെ കാര്യങ്ങൾ കണ്ടോ, വീണ്ടും ലോഗനിലേക്ക് തന്നെ ആക്കി മാറ്റി. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കണം. അതിന്റെ മുന്നേ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതാണ് ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഒരു ഫ്ലോ മനസ്സിലായില്ലേ? നമ്മൾ ബൈനറി ട്രീന്ന് ബൈനറി സെർച്ച് ട്രീയിലേക്ക് വന്നു. ബൈനറി സെർച്ച് ട്രീന്ന് AVL ട്രീയിലേക്ക് പോകാനുള്ള കാരണം മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹൈറ്റിൽ ഒന്ന് ബാലൻസ് ചെയ്യണം. അതിനാണ് ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ എന്നാണ് AVL ട്രീനെ പറയാം. നമുക്ക് നേരത്തെ ആരോ എന്നോട് ചോദിച്ചു, ഹൈറ്റ് അങ്ങനെ ആയതുകൊണ്ടാണോ? ഡെഫിനറ്റ്ലി ഹൈറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. അതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്, കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ആണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. അതിന്റെ മുന്നേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വേഗം പറഞ്ഞേ ഏതാണെന്നുള്ളത്. സി ആണ് കേട്ടോ ആൻസർ. സി ആണ്, കറക്റ്റ് ആണ്. സി ആണ് ആൻസർ. Sir, ഒരു ചോദിച്ചോളൂ. നമ്മൾ നേരത്തെ 128 നോട്ട്സ് ഉള്ള ഒരു ഇത് പറഞ്ഞല്ലോ. അപ്പൊ അതില് ബൈനറി ട്രീയിൽ 128 നോട്ട്സ് ആകുമ്പോൾ ലോഗ് n. ഓക്കെ, അത് മനസ്സിലായി. ബൈനറി ട്രീയിൽ 128 നോട്ട്സ് ആകുമ്പോൾ n ആണ് വരിക. ഓർഡർ ഓഫ് n. ഓർഡർ ഓഫ് n. പിന്നെ ബൈനറി സെർച്ച് ട്രീയിലേക്ക് ആയപ്പോ ഓർഡർ ഓഫ് ലോഗ് n. ഓർഡർ ഓഫ് ലോഗ് n. അതായത് ആവറേജ് കേസിൽ 7. പിന്നെ അതേ ബൈനറി സെർച്ച് ട്രീ അൺബാലൻസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ AVL-ലേക്ക് പോകേണ്ടി വന്നത്. കറക്റ്റ് ആണ്. അതായത് സ്ക്യൂഡ് ആവുമ്പോ ആ ഒരു കേസ് ഞാൻ 128 എന്ന് പറഞ്ഞില്ലേ, ഈ 128 നോഡ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഞാൻ തന്ന ഓർഡർ 1 മുതൽ 1, 2, 3, 4, 5 അപ് ടു 128 വരെ ഇങ്ങനെയാണ് നമ്പേഴ്സ് എങ്കിൽ ഇതെന്താണ്? ഇത് അൺബാലൻസ്ഡ് ആണ്. ബൈനറി സെർച്ച് ട്രീ അൺബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ ആണ്. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 1, 2 അങ്ങനെ പോയി ഇങ്ങനെ 128 ആണ് എഴുതാൻ പറ്റുക. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഉള്ള വേസ്റ്റ് കേസിൽ 128 എനിക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഇവരെല്ലാരും നോക്കി വരണം. ക്ലിയർ ആണോ? ഈ അൺബാലൻസ്ഡ് ആവറേജ് കേസ് ഉണ്ടാവും. അൺബാലൻസ്ഡിന്റെ ആവറേജ് കേസോ?
അങ്ങനെ ഉണ്ടാവുമോ? അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ അൺബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞാലേ ഈ ഹൈറ്റ് അതിനെയാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. അതിന് അങ്ങനെ ഒരു ആവറേജ് കേസ് ഇല്ല. ബൈനറി സെർച്ച് ട്രീക്ക് ആവറേജ് കേസ് ഉണ്ട്. അൺബാലൻസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് കേസ് ആണ്. എല്ലാ ഇപ്പൊ നമ്മൾ സെൻട്രൽ എടുക്കുകയാണെങ്കിലും വേസ്റ്റ് കേസ് ആയിരിക്കും. എങ്ങനെ സെൻട്രൽ എങ്ങനെ മനസ്സിലായില്ല? ലാസ്റ്റത്തെ വാല്യൂ അല്ലാതെ നമ്മൾ ഒരു രണ്ടാമത്തെ ഒക്കെ എടുക്കുകയാണെങ്കിലും അത് വേസ്റ്റ് കേസ് ആയിട്ടാണല്ലോ വരിക. അല്ല, അത് എന്താണ് സെൻട്രൽ നോഡൊക്കെയാണ് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ വേസ്റ്റ് കേസ് എപ്പോഴും പറയുന്നത് ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി ചെയ്തതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ സാർ പറഞ്ഞ ആവറേജ് ആണ് അവിടെ വന്നത്, പക്ഷെ അതിന്റെ അടിയിൽ അൺബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ എന്താ കാലമായിട്ടുണ്ട് അപ്പോഴും ലോഗ് തന്നെ എടുക്കണ്ട്. എങ്ങനെ മനസ്സിലായില്ല? ഈ ക്വസ്റ്റ്യനിൽ വേസ്റ്റ് കേസ് മാറ്റി ആവറേജ് കേസ് ചോദിച്ചു. ആവറേജ് കേസ് ആണ് വന്നതെങ്കിൽ ലോഗ് ആണ് എടുക്കേണ്ടത്. അപ്പൊ പക്ഷെ അടിയിൽ അൺബാലൻസ്ഡ് എന്ന് പറയുന്നുണ്ട്. അൺബാലൻസ്ഡ് പറയുന്നുണ്ടെങ്കിൽ അൺബാലൻസ്ഡ് ആവറേജ് കേസ് എന്ന് പറഞ്ഞാൽ ലോഗ് ആണ്. ആവറേജ് കേസിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് വരില്ല. അങ്ങനെ അൺബാലൻസ്ഡ് എന്ന് പറയില്ല. അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാല് എന്താണ്? ഹൈറ്റ് ബാലൻസ്ഡ് അല്ല എന്ന് അതിന്റെ മീനിങ്. ഹൈറ്റ് ബാലൻസ്ഡ് അല്ലാത്ത ഒരു ട്രീൻ അവിടെ മീൻ ചെയ്യുന്നത് സ്ക്യൂഡ് എന്ന് പറഞ്ഞിട്ടാണ് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതിന്റെ അപ്പൊ എപ്പോഴും വേസ്റ്റ് ചോദിക്കുന്നുണ്ടാവുള്ളൂ. വേസ്റ്റ് എന്ന് ചോദിക്കുള്ളൂ, അല്ലാണ്ട് അൺബാലൻസ്ഡ് ഒരു ആവറേജ് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇതുണ്ടാവില്ല. ആ ഒരു കേസിൽ ഇത് ഉണ്ടാവില്ല. ക്ലിയർ ആണോ? ഇവിടെ ആവറേജ് എന്ന് ഉണ്ടാവുള്ളൂ കേട്ടോ. അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ സ്ക്യൂഡ് എന്നാണ് അർത്ഥം. ഹൈറ്റ് ബാലൻസ് അല്ല എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? നല്ല ഡൗട്ടാ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ സി ആണ് ആൻസർ കേട്ടോ. ഇവിടെ എന്താണ്? ലെഫ്റ്റിൽ എന്താണ്? സ്മോളർ വാല്യൂ. റൈറ്റിലാണ് BST എഫിഷ്യന്റ് സെർച്ച് ഓപ്പറേഷൻ. സപ്പോർട്ട് എഫിഷ്യന്റ് ആണ് ഇൻ ദ കേസ് ഓഫ് എന്താണ്? വേസ്റ്റ് സ്ക്യൂഡ് അല്ലാത്ത കേസിൽ ഇതും ആൻസർ ആണ് കേട്ടോ. ഇതും ആൻസർ ആണ്. സോറി, ഇത് ആൻസർ ആണെന്നല്ല, ഇത് ട്രൂ ആണ് നമ്മൾ അത് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ABL ട്രീയിലോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, അതിന്റെ മുന്നേ നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എടുത്തിട്ട് ചെയ്യാന്നുള്ളത്. ഇതും കൂടെ ഒന്ന് വേഗം പറഞ്ഞേ. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഇതെന്താണ്? ഏതാ ആൻസർ വരിക? ആൻസർ ഏതാ വരിക? ഓക്കെ, ഏതാണ്? ലെഫ്റ്റ് സബ് ട്രീ കണ്ടെയ്ൻ ഓക്കെ, ട്രൂ ആണ് ചോദിച്ചത് അല്ലെ? ട്രൂ ആണ്. ലെഫ്റ്റ് സബ് ട്രീ. ഓക്കെ, സി ആണ് ആൻസർ. ഓക്കെ, സി കറക്റ്റ് ആൻസർ ആണ്. അടുത്ത എന്താ വരിക? രണ്ട് സ്ക്യൂഡ് ബാലൻസ് എടുത്ത് നമ്മൾ ഇന്നലെ ചെയ്താണ്. ദെൻ അവിടെ കണ്ടോ? വാട്ട് ഈസ് ദ വേർസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് സെർച്ചിങ് ഇൻ എ സ്ക്യൂഡ് ബൈനറി സെർച്ച് ട്രീ? നേരെ ആ അൺബാലൻസ്ഡ് ഉള്ള എന്താക്കി മാറ്റി വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താ ആൻസർ വരിക? ആൻസർ എന്താ വരിക? സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ അതെന്താ? സ്ക്യൂഡ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആണ്. കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ വേഗം പറഞ്ഞേ, ആൻസർ എന്താ? ഫസ്റ്റ് റൂട്ട്. ഓക്കെ, ബി ആണ്. ബി റൂട്ട് എന്ന് പറഞ്ഞാൽ പാരന്റ് എന്നാ മീനിങ് കേട്ടോ. റൂട്ട് എന്ന് പറഞ്ഞാൽ പാരന്റ് കേട്ടോ. അപ്പൊ വേർഡ് മാറുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ റൂട്ട് എന്ന് പറഞ്ഞാൽ പാരന്റ് എന്നുള്ള മീനിങ്. പാരന്റ് ഫസ്റ്റ്, ദെൻ ലെഫ്റ്റ്, ഫൈനലി റൈറ്റ്. അതായത് ഏതാണ്? PLR. ബി ആണ് ആൻസർ ആയിട്ട് വരും കേട്ടോ. ബി ആണ് ആൻസർ ആയിട്ട് വരും. പ്രീ ഓർഡർ. വെരി ഗുഡ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ലെവൽ ഓർഡർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ഈ പോയിന്റ് കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ലെവൽ ഓർഡർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ BFS എന്നാ പറഞ്ഞാൽ. BFS സെർച്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ലെവൽ ഓർഡർ പ്രിന്റിംഗ് ആണെന്ന് ഓർക്കണം. അതായത് ഫോർ എക്സാമ്പിൾ 20, 30, 40, 50, 60, 70 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ലെവൽ ഓർഡർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ വന്നു കൊണ്ടുതാ ഇങ്ങനെ പോയിതാ ഇങ്ങനെ ഈ ലെവൽ കണ്ടോ. ആദ്യം 20, 30 ഇതാ പ്രിന്റ് ചെയ്യാം. 20, 30, 40, 50, 60, 70 ഇത് BFS എന്നാ പറയാം കേട്ടോ. ലെവൽ ഓർഡർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ BFS എന്നാ പറയാം കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കണേ. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് BFS. ഓക്കെ, ഒക്കെ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ ചെയ്തു. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ABL ട്രീയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമുക്ക് ഒരു ബാലൻസിങ് ആയിരിക്കണം. ഇതൊരു ബാലൻസ്ഡ് ട്രീ ആണ്. ABL ട്രീ എന്ന് പറഞ്ഞാൽ സെൽഫ് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ ആണ്. ഇപ്പൊ എന്തായിരിക്കണം? ബൈനറി സെർച്ച് ട്രീ ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം, നിർബന്ധമാണ്. ഇതാണ് ABL ട്രീ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഹലോ?
ആ പിന്നെ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബാലൻസിങ് ഫാക്ടർ ഉണ്ട്. ഹൈറ്റ് ഓഫ് ദി ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് ദി റൈറ്റ് സബ് ട്രീ. ഇതാണ് ഇക്വേഷൻ. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിന്റെ ഉള്ളിലുള്ള ബാലൻസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ബാലൻസിങ് ഫാക്ടർ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ 1, 0, -1. ഇതാണ് ആ വാല്യൂസ്. ഈ സെറ്റിന്റെ ഉള്ളിലുള്ള വാല്യൂ ആയിരിക്കണം. 2ഓ 3ഓ -2ഓ -4ഓ 5ഓ 6ഓ വന്നാൽ അത് ബാലൻസ്ഡ് അല്ല എന്ന അർത്ഥം. അപ്പൊ ബാലൻസിങ് ഫാക്ടർ കാണാൻ ഹൈറ്റ് ഓഫ് ദി ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് ദി റൈറ്റ് സബ് ട്രീ. ഇനി ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഹൈറ്റ് ഓഫ് ദി റൈറ്റും ദെൻ ഹൈറ്റ് ഓഫ് ദി ലെഫ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബാലൻസിങ് ഫാക്ടർ. ബാലൻസിങ് ഫാക്ടർ നമ്മൾ എല്ലാ നോഡിന്റെയും ബാലൻസിങ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? ഹൈറ്റ് വെച്ചിട്ടാണ്. ഹൈറ്റ് കാണാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ലോങ്സ്റ്റ് പാത്ത് അല്ലെ, ലോങ്സ്റ്റ് പാത്ത് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ഹലോ അപ്പൊ ബാലൻസിങ് ഫാക്ടർ ഞാൻ ചോദിക്കാണ്, വാട്ട് ഈസ് ദ ബാലൻസിങ് ഫാക്ടർ ഓഫ് AVL ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? -1, 0, +1. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. 2ഓ 3ഓ വന്നാൽ അത് തെറ്റാണ്. ഇനി ബാലൻസ്ഡ് അല്ല എന്ന് വിചാരിക്കാം. സപ്പോസ് ബാലൻസ്ഡ് അല്ല, നമ്മുടെ ട്രീ ബാലൻസ്ഡ് അല്ല. ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും റൊട്ടേഷൻ, ഇതിൽ ഏത് റൊട്ടേഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത് ആ കേസിനനുസരിച്ചിട്ടാണ്. നമുക്ക് 4 റൊട്ടേഷൻ ഉണ്ട്. വാട്ട് ആർ ദി റൊട്ടേഷൻസ് യൂസ്ഡ് ഇൻ AVL ട്രീ എന്ന് ചോദിച്ചാൽ, റൈറ്റ് റൊട്ടേഷൻ, ലെഫ്റ്റ് റൊട്ടേഷൻ, ഷോർട്ട് ഫോം RR ആട്ടോ. റൈറ്റ് എന്നുണ്ടെങ്കിലും RR ആണ് റൊട്ടേഷൻ, RR LL, then LR ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ, then റൈറ്റ് ലെഫ്റ്റ് റൊട്ടേഷൻ. ഇങ്ങനെ 4 ടൈപ്പ് റൊട്ടേഷൻ ഉണ്ട്. എന്താണ്? ബാലൻസ്ഡ് അല്ല എന്ന് വിചാരിക്കാം. ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് എത്ര റൊട്ടേഷൻസ് ഉണ്ട്? 4 റൊട്ടേഷൻ ചെയ്തിട്ട് അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാന്നുള്ളത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോബ്ലം ആണ്. നമ്മൾ ആ പ്രോബ്ലം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് റൊട്ടേഷൻ ആണെന്നുള്ളത് നമ്മൾ നോക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഹലോ ഹലോ ഓക്കെ. ടൈം കോംപ്ലക്സിറ്റി കണ്ടോ? എല്ലാത്തിനും എന്താണ്? ലോഗനിലേക്ക് മാറി. എല്ലാത്തിലും എന്താണ്? ലോഗനിലേക്ക് മാറ്റി. നമ്മളോട് ഇങ്ങനെ ചോദിക്കോളൂ, വാട്ട് ഈസ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് AVL ട്രീ? ഓക്കെ, എന്താണ്? ലോഗനിലേക്ക് മാറി. ഓർഡർ ഓഫ് ലോഗൻ എല്ലാ കേസും. ഓക്കെ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നോട്ടുള്ളൂ ലോഗൻ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും? ലോഗൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ എന്തായിരുന്നു ഹൈറ്റ്? 1, 2, 3, 4, 5, 6 അപ് ടു 128 ആണെങ്കിൽ ഹൈറ്റ് എന്താ? 1, 2, 3 ഇങ്ങനെ നമ്മൾ എണ്ണി പോകണ്ടേ? 128 വരെ ഉണ്ടാവും അല്ലെ? ക്ലിയർ അല്ലേ? ഹലോ ഇവിടെ എന്താക്കി മാറ്റി? ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ മെയിൻറ്റെയിൻഡ് ആസ് ലോഗൻ. ഹൈറ്റ് എന്ത് ചെയ്യുന്നു? എഫിഷ്യന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അതാണ് ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. എല്ലാം എന്തിലേക്ക് മാറ്റി? ലോഗ് എന്നിലേക്ക് മാറ്റി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഹലോ അപ്പൊ ഇവിടെ 3 പോയിന്റ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന്, AVL ട്രീ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ പ്രോബ്ലം നാളെ എടുക്കുള്ളൂ. പ്രോബ്ലം നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ നോക്കാം, AVL ട്രീ എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫ് ബാലൻസ്ഡ് ബൈനറി ട്രീ ആണ്. സോറി, ബൈനറി സെർച്ച് ട്രീ ആണ്. സെൽഫ് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ AVL ട്രീ which has a balancing factor called height of the left subtree minus then height of the right subtree. Balancing factor ഉണ്ട്. Balancing factor ന്റെ height എന്ന് പറഞ്ഞാൽ balancing factor എന്ന് പറഞ്ഞാൽ height of the left subtree minus height of the right subtree which should be in the set of -1, 0 or +1. ഈ വാല്യൂ ആയിരിക്കണം, നിർബന്ധമാണ്. If the tree is not balanced, we can use the 4 type of rotation called right rotation means right rotation, left rotation means left rotation, right left rotation and left right rotation. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ പ്രോബ്ലത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നാളെ നമുക്ക് എങ്ങനെയാണ് കാണാം, എങ്ങനെയാണ് AVL ട്രീ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദെൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അടുത്തതാണ് ബൈനറി സെർച്ച് ട്രീ. ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലോട്ട് ചെറിയ വാല്യൂസും റൈറ്റിലോട്ട് വലിയ വാല്യൂസും പ്ലേസ് ചെയ്യുന്ന ട്രീ ആണ് ബൈനറി സെർച്ച് ട്രീ, വിച്ച് ഹാവിംഗ് ദി ടൈം കോംപ്ലക്സിറ്റി ഓഫ് ഓർഡർ ഓഫ് ലോഗ് n in average case and
order of n become unbalanced or skewed tree. Worst case, skewed, worst case വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? അതിന് നമ്മൾ എന്ത് ചെയ്തു? പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഓഫ് BS tree and B tree, ബൈനറി ട്രീ ആൻഡ് ബൈനറി സെർച്ച് ട്രീയുടെ ട്രാവേഴ്സൽ കാണുന്ന ഓർഡർ ആണ് പാരന്റ് ലെഫ്റ്റ് റൈറ്റ് ഫോർ പ്രീ ഓർഡർ, ദെൻ ലെഫ്റ്റ് പാരന്റ് റൈറ്റ് ഫോർ ഇൻ ഓർഡർ, ദെൻ പോസ്റ്റ് ഓർഡർ എന്താണ്? LRP, ലെഫ്റ്റ് റൈറ്റ് പാരന്റ്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ നോഡിനെ വിസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പ്രോബ്ലം കണ്ടു. എങ്ങനെയാണ് പ്രോബ്ലം കണ്ടു? നമ്മൾ രണ്ട് മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പഠിച്ചു. ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ നമ്മൾ സിംപ്ലി അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പഠിച്ചു. അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കി. ഓക്കെ, ദെൻ നമ്മൾ എന്ത് നോക്കി? നമ്മൾ എന്തുകൊണ്ടാണ് ABL ട്രീയിലേക്ക് വന്നത് എന്നുള്ളത് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? ഹലോ, യെസ് സർ. ഓക്കെ. അപ്പൊ നമ്മളെ ഇതാ ബൈനറി സെർച്ച് ട്രീ ഉണ്ട്, ത്രെഡഡ് പിന്നെ ആകെ തിയറി ആണ്, കുറച്ചുള്ളൂ, 2-3 ലൈന് പറയാനുള്ളൂ. നമ്മളിപ്പോ ABL ട്രീയിലേക്കാണ് എത്തിയത്. ദെൻ B ട്രീ ഉണ്ട്, B+ ട്രീ ഉണ്ട്, B സ്റ്റാർ ട്രീ ഉണ്ട്. ഈ ട്രീയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ ട്രീസിന്റെ പോർഷൻ അങ്ങോട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞത് ഇത്രയും ഡാറ്റാ സ്ട്രക്ചറിന്റെ ഇത്രയും പാർട്ട് ക്ലിയർ അല്ലേ? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരുന്നോ? അതിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് ചെക്ക് ചെയ്തോ ഡാറ്റാ സ്ട്രക്ചറിന്? കാരണം ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യത്തിനായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഹലോ സർ, പറഞ്ഞോളൂ. ഇതിപ്പോ ഓരോ ഇതില്ലേ, അതായത് ഡാറ്റ സ്ട്രക്ചർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതിന്റെ വെയിറ്റേജ് എന്തെങ്കിലും ഉണ്ടോ അറിയോ? വെയിറ്റേജ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. സിലബസിൽ ഉണ്ട് വെയിറ്റേജ്, ഞാൻ പറഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അല്ല, പൊതുവെ എങ്ങനെ ഏതിനാ ഇമ്പോർട്ടന്റ്? പൊതുവെ കമ്പ്യൂട്ടർ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക ഡാറ്റാ സ്ട്രക്ചറിനും OS നും DBMS എന്ന് ചോദിക്കും. DBMS എന്ന് ചോദിക്കും ആൻഡ് ഡാറ്റാ സ്ട്രക്ചർ എന്നാണ് ഏറ്റവും കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ, കൺഫേം ആക്കിയിട്ട്. ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോർ പേപ്പറാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ. എന്താണ് ബാക്കിയുള്ളത് കോർ അല്ല എന്നല്ല കേട്ടോ, ബാക്കിയൊക്കെ കോറാണ്. ഡാറ്റാ സ്ട്രക്ചർ ഞങ്ങൾ ഇപ്പൊ ഒരു അലൂമിനി മീറ്റ് ഉണ്ടായിരുന്നു, ബോർഡ് ഓഫ് സ്റ്റഡീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പൊ അതിൽ അലൂമിനി, ഞങ്ങൾ ഓട്ടോണോമസ് കോളേജ്, അപ്പോൾ അലൂമിനിയുടെ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. അപ്പൊ അന്ന് ചോദിച്ചു, അപ്പൊ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ ചെയർമാൻ ചോദിച്ചു, എന്താണ് ഇപ്പം കോളേജൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു മാറ്റം വരേണ്ടതെന്ന് തോന്നിയത്? IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തിനാ മാറ്റം വരേണ്ടതെന്ന് തോന്നിയത്? അല്ലെങ്കിൽ എന്താണ് ഒന്നും കൂടെ കൂടുതൽ പഠിക്കായിരുന്നു തോന്നിയ സബ്ജക്ട് ഏതാന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഡാറ്റാ സ്ട്രക്ചർ എന്നുള്ളതാണ്. കാരണം എന്താ? ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട്, എത്ര സ്പേസ് എടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുവിധം കോർ ആയിട്ടുള്ള കാര്യം ഡാറ്റാ സ്ട്രക്ചറിലാണ്. ദെൻ പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം എളുപ്പം എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള എളുപ്പമുള്ളത് പിന്നെ തിയറിറ്റിക്കലിയും പ്രോബ്ലവും ചോദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ നാലും തിയറിയും പ്രോബ്ലം ആണ്. അതുകൊണ്ടാണ് ഈ 4 ഇട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രോബ്ലം ഉണ്ടാവും, തിയറി ഉണ്ടാവും. ഡാറ്റാ സ്ട്രക്ചറിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലും ഡാറ്റാ ബേസിലും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പക്ക തിയറി മാത്രമല്ല. ഇപ്പം തന്നെ കണ്ടില്ല, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 2 ടൈപ്പ് കുട്ടികളെ, തിയറി അറിയുന്ന കോർ കൺസെപ്റ്റ് അറിയുന്ന കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രോബ്ലം മാനേജ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ 2 ആളെയും ഫോക്കസ് ചെയ്തിട്ടാണ് ഇട്ടത്. അപ്പൊ അതിൽ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ കഴിഞ്ഞ തവണ നോക്കിയതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ സിലബസിൽ മാറ്റം ഉണ്ടല്ലോ, കഴിഞ്ഞ സിലബസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് നമ്മളെ ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ തവണ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ തവണത്തെ വെയിറ്റേജ് ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് ഡാറ്റാ സ്ട്രക്ചറിനും DBMS നും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളതാണ്. DBMS എന്നൊക്കെ നിങ്ങൾക്ക് കൊറീസ് ചോദിക്കാനുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. ഞാനാണ് ഇന്ന് ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ടുണ്ട്, അതൊന്ന് എടുക്കുക. അതിൽ നിങ്ങൾക്ക് മാത്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതൽ കാണാൻ പറ്റുക. ലാസ്റ്റ് ഇയർ സിലബസിൻ്റെതാണ് കേട്ടോ, ലാസ്റ്റ് ഇയർ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അത്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികം വെയിറ്റേജ് കമ്പ്യൂട്ടറിനാണ് കൂടുതൽ വെയിറ്റേജ് കേട്ടോ. ഓക്കെ, DBMS ഒക്കെ ഏതിന്റെ കൂടെ ആയിരിക്കും എടുക്കുന്നത്? DBMS മറ്റേ മിസ്സാണ് എടുക്കുന്നത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. OS ഞാൻ തന്നെ എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം OS എടുക്കാൻ. ചിലപ്പോ നമുക്ക് മാർച്ചിലാണല്ലോ എക്സാം, അതിന്റെ മുന്നേ നിങ്ങൾക്ക് ഒരു സൺഡേ ഡേ ടൈമിലൊക്കെ ഓക്കെ അല്ലേ? നിങ്ങള് സൺഡേ ഡേ ടൈം
സൺഡേ ഡേ ടൈം എടുത്താലേ നമുക്ക് തീരുള്ളൂ കേട്ടോ. സൺഡേ ഡേ ടൈം എടുക്കാം നമുക്ക്. ഓക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? Yes. നമുക്കൊരു 3-4 ക്ലാസ്സിന്റെ ഉള്ളിൽ, മാക്സിമം 4-5 ക്ലാസ്സിന്റെ ഉള്ളിൽ നമുക്ക് അടുത്ത വീക്കിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡാറ്റാ സ്ട്രക്ചർ തീർക്കാം കേട്ടോ. Okay. ഓക്കെ ഇനി ഇത് കഴിഞ്ഞാല് അങ്ങോട്ടേക്ക് വളരെ കുറവാ. ഇവിടെ വല്ലാണ്ട് കൂടുതലായിട്ട് നമുക്ക് ഇല്ല ഡിസ്കസ് ചെയ്യാൻ. പക്ഷെ ഹാഷ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഈ ഒരു ഭാഗമാണ് വളരെ കോർ ആയിട്ടുള്ള ഭാഗം. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സെർച്ചിങ് സോർട്ടിംഗ് ഒക്കെ ഒരുപാട് അൽഗോരിതം ഉണ്ട്. അതിന്റെ ഒക്കെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോവാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾ ഡിഗ്രി പഠിച്ചതിന്റെ അപ്പുറം ഒരുപാട് ഉണ്ട്. അതിനൊക്കെ അപ്പുറം ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ട് വേണം നിങ്ങൾ പി ജിയിലേക്ക് മൂവ് ചെയ്യാൻ കേട്ടോ. അല്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ കൊല്ലത്തെ സിലബസ് അല്ല അതിന്റെ മുന്നത്തെ കൊല്ലം ഉണ്ടായിരുന്നത്. ആ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് സബ്ജക്റ്റിലെ. പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ NTA നടത്തുന്ന NTA ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്വസ്റ്റ്യൻസിനൊക്കെ പല കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ആണ് ഇതിലേക്ക് വരുന്നത് ആക്ച്വലി. ഇപ്പോ ഫോർ എക്സാമ്പിൾ നെറ്റ് ഗേറ്റ് എക്സാം ഒക്കെ അതിന്റെ ഒക്കെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് CUT ഉണ്ടാവുക. ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിപ്പീറ്റഡ് എന്തായാലും വരും. പക്ഷെ അത് അതേ ക്വസ്റ്റ്യൻ വരണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ പാറ്റേൺ എക്സാം തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടല്ലേ ഉള്ളൂ. അതെ. അപ്പം അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ ഇനി കുറെ കാലങ്ങൾ കഴിയുമ്പോൾ, ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനും ഒരു പാറ്റേൺ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 3-4 എക്സാമുകൾ കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കമ്പ്യൂട്ടർ സയൻസിൽ. അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് DBMSന്റെ, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം DBMS ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്രാവശ്യമാണ് DBMS ആഡ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പിന്നെ ഡാറ്റാ സ്ട്രക്ചറും കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസും ആയിരുന്നു. ഓക്കെ അല്ലേ? രജിസ്ട്രേഷൻ വന്നതിന് ശേഷം ഞാനൊരു സിലബസ് എടുത്തേ സൈറ്റിൽ നിന്ന്. അതിൽ ഇപ്പോഴും കാണിക്കുന്നത് പഴയ തന്നെ തോന്നുന്നു. DBMS ഒന്നും ഇല്ല, ഡീറ്റെയിൽ ഫണ്ടമെന്റൽസും കാണിക്കുന്നുണ്ട്, ഡാറ്റാ സ്ട്രക്ചറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണിക്കുന്നുണ്ട് അല്ലേ? അതെന്താ ആണല്ലേ? ഒന്ന് പിന്നെ നസീബ് സാറെ ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യോ? ഞങ്ങൾക്ക് കിട്ടിയ സിലബസ് പ്രകാരം ഇതാണ് പുതിയത് കാണിക്കുന്നത് കേട്ടോ. എന്തായാലും DS-ഉം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായാലും ഉണ്ട്, അത് ഷോർട്ടാണ് കേട്ടോ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസേ ഞാൻ അടുത്ത ഗ്രൂപ്പിൽ ഞാനൊരു ലിങ്ക് അയക്കാം. ഞാൻ സാറോട് ചോദിച്ചിട്ട് ആ ലിങ്ക് അയക്കാന്ന് വിചാരിച്ച് നിൽക്കുക. ആ ലിങ്ക് ഞാൻ അയച്ചുതരാം. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഹലോ, സാറോട് സാറ് വഴി അയക്കാന്ന്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഡയറക്റ്റ് അയക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ ലിങ്ക് സാറോട് ചോദിച്ചിട്ട് ഞാൻ അയച്ചുതരാം കേട്ടോ. ഓക്കെ. ഇതിൽ തന്നെ നോക്കിക്കേ, ഞാനിപ്പോ ഇട്ട ക്വസ്റ്റ്യൻസിൽ പിന്നെ നമുക്ക് ഡാറ്റാ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് ഞാൻ ഇന്നാൾ ഇട്ടില്ലേ, സ്റ്റാക്ക് ക്യൂവിന്റെ ഒക്കെ അല്ലേ? അതേപോലെ ഇവിടെ പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് സോൾവ് ചെയ്യാം. ഇതിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ, അത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, സോൾവ് ചെയ്യാം കേട്ടോ. ഇത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് എന്താന്ന് വെച്ചാൽ എന്നോട് ചോദിക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. നോട്ടും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യും കേട്ടോ. എൻ്റെ ക്ലാസ്സിന്റെ നോട്ടും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം ഞാൻ. സെക്കൻഡ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും മാച്ച് ദ ഫോളോയിങ്ങും നിങ്ങൾ നല്ലോണം പഠിക്കണം കണ്ടോ. ഇതിൽ കുറെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും മാച്ച് ദ ഫോളോയിങ്ങും ആണ് ചോദിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും മാച്ച് ദ ഫോളോയിങ്ങിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കിട്ടും. പിന്നെ ഒന്ന് കിട്ടിയാൽ ഓപ്ഷൻ എലിമിനേഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓപ്ഷൻ എലിമിനേഷൻ. ഒറ്റ സെക്കൻഡ്.
ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മളെ ഇതിൽ നിന്നാട്ടോ ചോദിച്ചത്, ഫണ്ടമെന്റൽസ് എന്നാട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ കമ്പ്യൂട്ടർ വോയിസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഫണ്ടമെന്റൽസ് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ ഫണ്ടമെന്റൽസ്, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്നാണ് ചോദിച്ചത് കേട്ടോ. പിന്നെ കുറെ മാക്സിമം ആണ് ഇതിന്ന് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, ഞാൻ നോക്കിയിട്ടേ ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് അയച്ചു തരാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ സാർ പറഞ്ഞോളൂ. മറ്റേ BST വെറും ടൈം കോംപ്ലക്സിറ്റി മാത്രം ചോദിച്ചാല് ഓർഡർ ഓഫ് ലോഗ് വേഴ്സ്റ്റിൽ എഴുതിയാൽ മതി. നമ്മളെ ഡീഫാൾട്ട് വേഴ്സ്റ്റിലാ പറയാ കേട്ടോ. വെറും ടൈം കോംപ്ലക്സിറ്റി ഓഫ് BST വെറും ടൈം കോംപ്ലക്സിറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വേഴ്സ്റ്റ് കേസിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഓർഡർ ആവറേജ് ചോദിച്ചാൽ മാത്രം ഓർഡർ ഓഫ് ലോഗ് ആവറേജ് എഴുതിയാൽ മാത്രം ഓർഡർ ഓഫ് ലോഗിൻ എഴുതിയാൽ മതി. ശരി, ഓക്കെ കേട്ടോ.